1941 തർജുമാനുൽ ഖുർആനിൽ കേട്ടോളൂ, സയ്യിദ് അബുൽ അഅല മൗദൂദി ഒരു ഉത്തമ ജമാഅത്തിന്റെ ആവശ്യകത എന്ന ലേഖനത്തിൽ എഴുതി, ഭാവിയിലെ അന്ധകാരത്തിൽ നിന്ന് മോചനം നേടാൻ ഇസ്ലാമിന്റെ അനുഗ്രഹം ലഭ്യമാവാനും ഉത്തമ സിദ്ധാന്തങ്ങൾ മാത്രം മതിയാവുകയില്ല, ഒരു ഉത്തമ സംഘടന കൂടി ആവശ്യമാണ്. മൗദൂദി ഇനി ഇടയ്ക്ക് വെച്ച് ഞാൻ പറയുക, മൗദൂദി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പടച്ചോന്റെ തൗഫീഖ് ഉണ്ടായിട്ട് മതപരമായി ഒരു ഉസ്താദിന്റെ കീഴിൽ പോയി അധിക കാലം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറഞ്ഞ കാലം പ്രാഥമിക ഘട്ടം മാത്രമേ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ബോധം അയാൾക്കുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പിതാവ് മരിച്ചു. പിന്നെ അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിട്ട് മാറി. നയാസ് ഫത്തേപൂരി എന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകന്റെ കീഴിലാണ് പത്രപ്രവർത്തകൻ അദ്ദേഹം പഠിക്കുന്നത്. അതൊക്കെ അവിടെ തന്നെ ഗ്രന്ഥങ്ങൾ എഴുതുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു എഴുത്തുകാരനാവുകയാണ്, പരന്ന വായന നടത്തുകയാണ്. എന്നിട്ട് എഴുത്തുകാരനായ അദ്ദേഹം തർജുമാനുൽ ഖുർആനിലൂടെ നിരന്തരം ലേഖനങ്ങൾ എഴുതിയ ലേഖനങ്ങൾ ഏതാണ്? അത് അള്ളാഹുവിന്റെ ദീനിന്റെ ആദർശം ഖുർആൻ സുന്നത്ത് വെച്ച് മഹാന്മാർ പഠിപ്പിച്ചു തന്നതല്ല. അല്ല എന്ന് ഞാൻ പറയല്ല, അദ്ദേഹം തന്നെ പറയുന്നു, ഞാൻ വായിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് അദ്ദേഹം ലേഖനം എഴുതിയപ്പോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അനുകൂലിച്ചുകൊണ്ട് കുറിപ്പുകൾ വരാൻ തുടങ്ങി. ആ ലേഖനം ഉഷാറായിട്ടുണ്ട്, അത് വളരെ ബെറ്റർ ആയിട്ടുണ്ട്, മറ്റത് ബെസ്റ്റ് ആയിട്ടുണ്ട്, അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ആ ലേഖനത്തിൽ എഴുതിയ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയാൽ എന്താ? അങ്ങനെയാണ് ഈ എഴുത്ത് കിട്ടിയ ആളുകൾക്കൊക്കെ തിരിച്ചു കത്തയച്ച് 100 ചില്ലാനം ആളുകൾ കത്തയച്ച ശേഷം അവരൊക്കെ തർജുമാനുൽ ഖുർആൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നു. പക്ഷെ അവിടെ വെച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആ പാരമ്പര്യമൊന്നുമല്ല, പഴയകാലത്ത് ഇസ്ലാമുമല്ല. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കുറെ നല്ലതാണെന്ന് എനിക്ക് തോന്നിയ കാര്യം അങ്ങനെ അദ്ദേഹം പറയുന്നത്, അതിനേക്കാണ് നിങ്ങൾ ഞാൻ ക്ഷണിച്ചത്, അത് പറ്റുന്നവർക്ക് ചേരാം. ഇതേ തുറന്ന ഭാഷയിൽ തന്നെ പറഞ്ഞു. അത് വേണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ വായിക്കാം. തുടർന്ന് 1941 ഫെബ്രുവരി 1360 സഫറിൽ താൻ മുന്നോട്ട് വെച്ച ആശയം അംഗീകരിച്ചു പ്രവർത്തിക്കാൻ തയ്യാറുള്ളവർ വിവരമറിയിക്കണമെന്ന് തർജുമാനുൽ ഖുർആനിലൂടെ ആവശ്യപ്പെട്ടു. 8-9 വർഷമായി മൗദൂദി സാഹിബിന്റെ ലേഖനങ്ങൾ വായിക്കുകയും പ്രഭാഷണങ്ങൾ ശ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരു ഇസ്ലാമിക സംഘടനയുടെ അനിവാര്യത അംഗീകരിച്ചവരായിരുന്നു. അവരിൽ പലരും അനുകൂല അഭിപ്രായം കത്തുവഴി അയച്ചു. അങ്ങനെ സന്നദ്ധരായി മുന്നോട്ട് വന്നവരിൽ 150 പേർക്ക് മൗദൂദി സാഹിബ് കത്തയച്ചു. അവരോട് 41 ആഗസ്റ്റ് 25 തർജുമാനുൽ ഖുർആന്റെ ഓഫീസിലെത്താൻ ആവശ്യപ്പെട്ടു. ചിലരെല്ലാം 2-3 ദിവസം മുമ്പ് വന്നു. അങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമി രൂപീകരിക്കുന്നത്. ആ രൂപീകരിക്കുന്ന രൂപം അദ്ദേഹം തന്നെ പറയട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ, മൗദൂദിയുടെ വാക്ക് എടുത്തുദ്ധരിച്ച് പറയുക, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതിൽ ദൃഢബോധ്യവും മനസ്സമാധാനവും കൈവന്നു. അതോടെ സ്വയം അംഗീകരിച്ച സത്യത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ തുടങ്ങി. ഇതേ ആവശ്യാർത്ഥമാണ് തർജുമാനുൽ ഖുർആൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇയാൾ സ്വയം അംഗീകരിച്ച കുറെ ആശയങ്ങൾ, ആ ആശയങ്ങൾ സമാഹരിച്ചതിന്റെ രൂപമാണ് ജമാഅത്ത് ഇസ്ലാമി. ഇത് സ്വയം അംഗീകരിച്ചു എന്നത് അത് പ്രമാണബദ്ധമായി അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് ഒരു പക്ഷേ വെച്ചുകൂടെ. അല്ല, നല്ല രീതിയിലും ഒരാളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വ്യാഖ്യാനിക്കണമല്ലോ. എന്നാൽ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നത് ഒരിക്കലും അങ്ങനെ അല്ല. എന്തുകൊണ്ട്? അദ്ദേഹം വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നത് ഇൽമുൽ കലാമിലും അതേപോലെ തന്നെ ഫിഖ്ഹിലും എല്ലാം ഇത് 2 കാര്യമാണ് വിശുദ്ധ ഇസ്ലാമിൽ കാര്യമായിട്ടുള്ളത്. ആ 2 കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇൽമുൽ കലാം, ഒന്ന് വിശ്വാസപരമായ കാര്യങ്ങൾ, മറ്റൊന്നാണെങ്കിലോ കർമ്മപരമായ കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങളിലും എനിക്ക് സ്വന്തമായി തന്നെ മദ്ഹബുണ്ട്. എനിക്ക് പ്രത്യേകമായ ഒരു മാർഗം ഈ 2 വിഷയത്തിലുമുണ്ട് എന്ന് അബുൽ അഅല മൗദൂദി തന്നെ തുറന്ന് സമ്മതിക്കുന്നത് റൂദാദെ ജമാഅത്ത് ഇസ്ലാമി എന്ന ഗ്രന്ഥം നോക്കിയാൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഇസ്ലാമിന്റെ
കാര്യങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ മൊത്തത്തിൽ വിലയിരുത്തിയാൽ രണ്ടെണ്ണമായി മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, വിശ്വാസപരമായ കുറെ കാര്യങ്ങൾ, അത് നമ്മൾ മനസ്സിൽ ആക്കി വെക്കേണ്ടതാണ്. മറ്റൊന്ന് കർമ്മപരമായ കാര്യങ്ങളാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങൾ ഇൽമുൽ കലാം ചർച്ച നടത്തുന്നത്, അതേ സമയത്തോ കർമ്മപരമായ കാര്യങ്ങളാണ് ഫിഖ്. ഇദ്ദേഹം പറയുന്നത് ഇൽമുൽ കലാം ഓർ ഇൽമുൽ ഫിഖ് മേ മുझे ഖാസ് മസ്ലക് ഹേ, എനിക്കൊരു പ്രത്യേകമായ റൂട്ടുണ്ട് എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് എങ്ങനെയൊക്കെ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അപ്നീ തൗർ പർ, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ അത് ഗവേഷണം ചെയ്തെടുത്തു എന്നാണ്. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം മൗദൂദി സാഹിബ് മെനഞ്ഞുണ്ടാക്കിയ ഒരു ആശയം, അതാണ് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി. അത് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഈ ദീനിനെ സംബന്ധിച്ച് പഠിച്ച് വിലയിരുത്തിയ ഒരാൾക്ക് അങ്ങനെ പറഞ്ഞുകൂടെ എന്ന് സംശയം വരും. അതിന് ഞാനൊരു കാര്യം വായിക്കുക. മൗദൂദി സാഹിബ് ഉറുദുവിൽ എഴുതിയ മലയാളത്തിലേക്ക് IPH തന്നെ പ്രസിദ്ധീകരണശാല തന്നെ പിന്നെ പരിഭാഷപ്പെടുത്തി രംഗത്തിറക്കിയ ഗ്രന്ഥം, അതാണ് ജുമുഅ ഖുതുബ. ഈ ജുമുഅ ഖുതുബ എന്ന പുസ്തകത്തിൽ മൗദൂദി സാഹിബ് കൊടുക്കുന്ന ഒരു ഫത്വ, ഒരു തീരുമാനം, അത് വായിക്കുമ്പോൾ തന്നെ ബോധ്യപ്പെടും ഇങ്ങനെ ഒരു സമഗ്രമായ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മാത്രമുള്ള അറിവും പക്വതയും ഒക്കെ മൗദൂദി സാഹിബിനുണ്ടോ എന്ന്. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഇതിൽ എഴുതിയത് ഞാൻ വായിക്കും എന്ന് നിങ്ങൾക്ക് സ്വന്തം ഒന്ന് വിലയിരുത്താം. ഇതിന്റെ ആകത്തുക ഖുതുബ, അത് പ്രാദേശിക ഭാഷയിൽ തന്നെ ഓതുകയല്ലേ നല്ലത്, അതിന് വല്ല കുഴപ്പമുണ്ടോ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മൗദൂദി സാഹിബ് കൊടുക്കുന്ന മറുപടിയാണ്. ആ മറുപടിയുടെ കൂട്ടത്തിൽ ആദ്യം അയാൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഫത്വക്കുള്ള അഭ്യർത്ഥനയാണ്. ഇതിന്റെ ശരിയായ സംബോധിതർ ബഹുമാന്യരായ പണ്ഡിതന്മാരത്രേ. ഈ ലേഖകനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഫത്വ നൽകാനുള്ള പദവി അയാൾക്കില്ല. ഇയാൾ സ്വയം പറയണത് ഞാൻ ലേഖകനാണ്, ഒരു പണ്ഡിതനല്ല. അത് വിനയം കൊണ്ടായിരിക്കാമല്ലോ എന്ന് വിലയിരുത്തി കൂടെ, അങ്ങനെ വിലയിരുത്താമായിരുന്നു ശേഷം വായിക്കുന്നതില്ലെങ്കിൽ. ഞാൻ ആ കൂട്ടത്തിൽ ഇത് ആദ്യം വായിച്ചപ്പോ ഞാൻ സത്യത്തിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ടില്ല, കാരണം അത് വിനയം കൊണ്ട് ആരും പറയാവുന്നതാണ്. പക്ഷെ ലാസ്റ്റ് ഭാഗം വായിച്ചപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, അല്ല, അയാൾ ആ പറഞ്ഞത് അയാളെ പറ്റി സത്യം തന്നെ. മൗനം വിദ്വാനുഭൂഷണം എന്ന ആപ്തവാക്യത്തോടുകൂടെ ചില ആളുകൾ ഒന്നുകൂടെ കൂട്ടി കൊടുക്കാറുണ്ട്, വിഡ്ഢിക്കും എന്ന്, അല്ലെ? മൗനം വിദ്വാനുഭൂഷണം വിഡ്ഢിക്കും. ഈ ശൈലിയാണ് സത്യത്തിൽ ഈ പുസ്തകത്തിന്റെ അവസാനം വായിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടത്. പിന്നീട് പറയുന്നത് ശർഈയായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഫത്വ നൽകാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാനുള്ള അർഹതയും ഇല്ല. അപ്പൊ ഞാൻ തുറന്നു പറയാ, ഞാൻ പണ്ഡിതനല്ല, ഈ വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സ്വയം ഏറ്റെടുക്കാനുള്ള ഒരു കഴിവ് അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് തുറന്ന് സമ്മതിച്ച ശേഷം അവസാനം അയാൾ തീരുമാനം പറയുക. ഖുതുബ പരിഭാഷപ്പെടുത്താമോ പറ്റില്ല എന്നതിന് അദ്ദേഹം ഒരു തീരുമാനം പറയുന്നു. എന്താ തീരുമാനം? കേട്ടോളൂ, ഞാൻ വായിക്കാം. തീരുമാനം പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. മൗദൂദി പറയുക, ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഈ കാര്യം അഥവാ ഖുതുബ പരിഭാഷ, ഈ കാര്യം ചെയ്യാം എന്നാണ് എൻ്റെ അഭിപ്രായം, അഥവാ അത് ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. അങ്ങനെയുണ്ട്, മനസ്സിലായില്ല? ഒന്നുകൂടി വായിക്കാം, കേട്ടോളൂ. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്നും തിരുമേനിയുടെ സുന്നത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ്. ഈ കാര്യം ചെയ്യാമെന്നാണ് എൻ്റെ അഭിപ്രായം, അഥവാ അത് ചെയ്യുന്നതിലാണ് കൂടുതൽ ഉത്തമം. അല്ലെങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കേണ്ടതാണ്, അഥവാ ചെയ്യാതിരിക്കലാണ് ശരി. നമുക്ക് തിരിയണത് എന്താ? അയാൾക്ക് നല്ല ലെവലില്ല എന്നുള്ളതാണ് ശരി എന്നല്ലേ? അല്ല, അങ്ങനെയല്ല പറയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയണ്ടേ? ചോറിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തിന്നാവൂത് വരീക്കത്തിൽ മെമ്പർഷിപ്പ് എടുത്ത പുതിയാപ്പണം പോലെ പറയാൻ പറ്റുമോ? അതായത് മറ്റുള്ളവരെ കൂടെ സൽക്കാരത്തിന് പോകുമ്പോൾ നന്നായി തട്ടി ശീലിച്ച ഒരു വിദ്വാൻ ഇവൻ തന്നെ പുതിയാപ്പളയിൽ പോയി, അതിന് അവന്റെ സൽക്കാരാണ്. അങ്ങനെ ഇവനിങ്ങനെ ചോറിട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവന് വയറ് പറയുന്നത് ഇനിയും വേണം, ഇനിയും വേണമെന്നാണ്.
അങ്ങനെ റപ്പായി ത്വരീക്കത്തിലാണോ മെമ്പർഷിപ്പ് എടുത്തത്? ത്വരീക്കത്ത് പലതിറങ്ങിയ കാലമാണല്ലോ ഇപ്പം. താടി വടിക്കുന്ന തെരീക്കത്ത്, ആ അഖിലേന്ത്യാ തെരീക്കത്ത്, അങ്ങനെ ലോക തെരീക്കത്ത്, അങ്ങനെ തെരീക്കത്തുകൾ പലതുള്ള കാലമാണ്. അപ്പോൾ ആ കൂട്ടത്തിലൊന്ന് റപ്പായി ത്വരീക്കത്ത്. അപ്പൊ ആ ത്വരീക്കത്തിലുള്ളത് കൊണ്ട് എത്ര കഴിച്ചിട്ടും മതിയാവണില്ല. അളിയനും അമ്മോശനും വല്യമ്മോശനും ഒക്കെ ഇട്ട് കൊടുത്തു, എന്നിട്ടൊക്കെ തിന്നു തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്നാണ്. പിന്നെ ഒരാൾ വന്ന് ചോറ് ലേശം കൂടെ ഇടട്ടെ വ്യാപ്പളെ എന്ന് ചോദിച്ചപ്പോ വേണം എന്ന് പറയണം എന്നാണ് വയറ് പറയണത്. പക്ഷെ പുതിയാപ്പിള എന്നുള്ള പദവി നോക്കുമ്പോ വേണ്ടെന്ന് പറയാനും തോന്നുകയാണ്. ഉടനെ വേണ്ടണം 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 ഇത് പെട്ടുകൊടുക്കുന്ന ആളിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ ഇടാൻ ഒരുങ്ങിട്ട് ഇങ്ങനെ വലിക്കേണ്ടി വരില്ലേ? വേണ്ടണം എന്നാണ്. ഏതെങ്കിലും ഒരു തീരുമാനം പറയണം. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്തെ ഇസ്ലാമിയിൽ ചേർന്ന ഏതെങ്കിലും ആളുകൾ എന്റെ പ്രസംഗം കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവർ കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ, നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ ഞാൻ ചോദിക്കട്ടെ, പച്ച മലയാളത്തിലാണല്ലോ ഇത്. ഞാനിത് വായിച്ചപ്പോ ആലുവയിൽ നിന്നൊരു ചങ്ങാതി, ഞാനിത് എന്തോ എന്റെ വക വായിച്ചതാണ് തോന്നുമ്പോൾ, കാരണം ആർക്കും തോന്നുമല്ലോ ഇങ്ങനെ എങ്ങനെ ഒരു വലിയ നേതാവ് പറയോ, ഒരു ലോക്കൽ മുത്താലിം പറയും, ഒരു ചെറിയ മുത്താലിം ഇത് എതിരാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അയാൾ പറഞ്ഞു കാരണം ഞാൻ ധൈര്യത്തോടു കൂടെ കൊടുത്തു. അയാൾക്ക് അല്ല അതിന് ഹിദായത്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ട്, ഒരൊറ്റ ഭാരത്തോടൊക്കെ ശൂന്യവും ചില ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തു. ഇയാൾ തിരിച്ചും മറിച്ചും നോക്കിയിട്ട് തന്നെ പറഞ്ഞു, ആ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, പഠിക്കട്ടെ, ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, പഠിക്കട്ടെ. അള്ളാഹ്ക്ക് ഹിദായത്ത് കൊടുത്തോന്ന് അറിയില്ല. ഞാൻ ഇവിടെയും പറയുകയാണ്, ഇതൊരു അങ്ങനത്തെ സദസ്സല്ല, മുഖാമുഖം മറ്റുന്ന വേദന എനിക്കറിയാം. പക്ഷെ ഇത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഉദ്ധരിക്കുന്ന രേഖയ്ക്ക് നിങ്ങൾക്ക് നോക്കാം. കാരണം നമ്മുടെ ലക്ഷ്യം ഒരാളെങ്കിലും ഹിദായത്തായാൽ അതാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹു ആ രീതിയിലെ റിസൾട്ട് നമ്മുടെ ദർസ്, പ്രഭാഷണം, എഴുത്ത് എല്ലാറ്റിന്റെ പിന്നിൽ അള്ളാഹു നൽകുമാറാവട്ടെ. അതാണ് ആഖിറത്തിലേക്കുള്ളത്. ഇനി ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, ഈ രീതിയിൽ മറുപടി പറയുന്ന ഒരാള് അയാള് പറയാണ് വിശ്വാസത്തിലും കർമ്മത്തിലുമൊക്കെ എനിക്കൊരു പുതിയ റൂട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പരലോകം പേടിക്കുന്ന മനുഷ്യന് കഴിയും. ഇതാണ് ആ ഗ്രന്ഥം റൂദാ ജമാഅത്ത് ഇസ്ലാം. ഇതിൽ അദ്ദേഹം പറയുന്നത് ആഖിർ മേ ഏക് ബാത് കി തൗസീഖ് കർ ദേനാ ചാഹതാ ഹൂം. ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ റിപ്പോർട്ടാണ്. അതിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് അവസാനം പറയാം, ആഖിർ മേ ഏക് ബാത് കി തൗസീഖ് കർ ദേനാ ചാഹതാ ഹൂം. അവസാനം ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫിഖ് और कलाम के मसाइल में मेरा एक खास मसलक है. ഇൽമുൽ കലാമിലും ഇൽമുൽ ഫിഖിലും, വിശ്വാസ കാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും, അത് രണ്ടുമല്ലേ ഉള്ളത്, ഈമാനും ഇസ്ലാമും. ആ രണ്ട് കാര്യങ്ങളിലും എനിക്ക് മേരാ ഏക് ഖാസ് മസലക് ഹൈ, എനിക്കൊരു പ്രത്യേകമായ റൂട്ടുണ്ട്. അതെവിടെ നിന്ന് കിട്ടി? ജിസ്കോ മേനെ അപ്നി ദാത്തി തഹഖീഖ് കി ബിനാ പർ ഇഖ്തിയാർ കിയാ ഹൈ. എന്റെ സ്വന്തം തഹഖീഖ് പ്രകാരം, ആ തഹഖീഖ് അടുപ്പുകളിൽ കേട്ട് അവനവന്റെ സ്വന്തം തഹഖീഖ് തെളിവുകൾ കൊണ്ട് സമർത്ഥിച്ച ബോധ്യപ്പെട്ട കാര്യം, ഈ കാര്യപ്രകാരം ബിനാ പർ ഇഖ്തിയാർ കിയാ ഹൈ, അത് ബേസാക്കിയിട്ട് ഞാൻ എടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, और पिछली 8 साल के दौरान में जो असहब तर्जुमान कुरान का मुताला करते रहे हैं वो उसको जानते हैं. ഈ കഴിഞ്ഞ 8 വർഷത്തോളമായി തുടരെയായി തർജുമാൻ ഖുർആൻ എന്ന പുസ്തകം വായിച്ചവർക്കൊക്കെ, പത്രം വായിച്ചവർക്കൊക്കെ ഇതറിയാവുന്നതാണ്. ഇനി ഇത് രണ്ടും മുമ്പിൽ വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇയാൾ തുറന്നു പറയുന്നു എനിക്ക് വിശ്വാസത്തിലും കർമ്മത്തിലും ഒരു പുതിയ മാർഗം, ആ മാർഗം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, അത് പറ്റുമെങ്കിൽ കൂടിക്കോളൂ. അതുകൊണ്ടാണല്ലോ ലോക മുസ്ലിങ്ങൾ പഴയ കാലം മുതലേ ഈമാൻ കാര്യം 6ഉം ഇസ്ലാം കാര്യം 5ഉം വിശ്വസിച്ചു പോന്നപ്പോൾ മൗദൂദി സാഹിബ് നേരെ വന്നിട്ട് പറഞ്ഞു, ഇസ്ലാം കാര്യം അത് അല്ല, ഈമാൻ കാര്യം 5 ഉള്ളൂ. ഇസ്ലാം മതം എന്ന മൗലാന സയ്യിദ് അബുൽ ആല മൗദൂദിയുടെ പുസ്തകം. ഇത് വലിയ പ്രശ്നം. ഞാൻ പറയും, സുന്നി മുജാഹിദ് ജമാഅത്ത് തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലീഗും കോൺഗ്രസും മാർക്സിസ്റ്റും പോലുള്ള വ്യത്യാസമല്ല. അതൊക്കെ തലേ ദിവസം ഘടക കക്ഷികളായവർ പിറ്റേന്ന് ഘടക വിരുദ്ധമായിട്ട് പറയും. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. തലേ ദിവസം പാറ പോലെ ഉറച്ചു നിന്ന കൂടെയുള്ള ആളുകൾ പിറ്റേ ദിവസം ഐസ് പോലെ ഉരുകിയിട്ടുണ്ടാവും ചിലപ്പോ. അതൊക്കെ ഭൗതിക രാഷ്ട്രീയമാണ്.
ഭൗതിക ജീവിതമാണ്. സുഹൃത്തുക്കളെ, സ്വർഗത്ത് കിടക്കണ്ടേ നമുക്ക്? അന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, മസിബുത്തുമ്മൻ തദ്ഖുലുൽ ജന്ന. ബുദ്ധി ഉപയോഗപ്പെടുത്തുന്നില്ല, ശരീരം ഉപയോഗപ്പെടുത്തുന്നില്ല, വെറുതെ വായും പൊളിച്ചിട്ട് സ്വർഗത്ത് കിടക്കാനോ കരുതണ്ട അല്ലേ? അല്ലാഹ് ശൈലിയിലാണോ അള്ളാന്റെ ചോദ്യം? മസിബുത്തും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് ഓടി കിടക്കാമെന്ന് ആരും ധരിക്കണ്ട. ലേശമൊക്കെ മെയ്യനങ്ങണം, ബുദ്ധി ഉപയോഗപ്പെടുത്തണം, പഠിക്കണം ഇസ്ലാമിനെ പറ്റി. ഒരു കാര്യം ഉറപ്പല്ലേ, ഒരുപാട് ടീം ഇസ്ലാം ലേബിൽ പ്രവർത്തിക്കുമ്പോ അതിലൊന്നല്ലേ സത്യമുള്ളൂ. ആ സത്യം ഏതെന്നറിയാൻ അന്വേഷണാത്മക ബുദ്ധിയോട് കൂടെ തന്നെ നന്നായി വർക്ക് ചെയ്യണം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളോട്, സുന്നികളോട് മാത്രമല്ല, ഇസ്ലാം ലേബിൾ മുഴുവൻ ആളുകളോട് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം. ഇസങ്ങളെ പറ്റി പഠിക്കുക. നിങ്ങൾ ഭാഗ്യമായിട്ട് വിലയിരുത്തരുത്. സുന്നികളൊക്കെ ഫിത്ർ സക്കാത്തിന്റെ അരി ആകെ കൊടുക്കുന്നത് 2.5 കിലോഗ്രാമാണ്. അത് തന്നെ 10 രൂപയുടെ ചാക്കരി. ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലോ സുബ്ഹാനല്ലാഹ് 18.50 നെയ്ച്ചോറിന്റെ അരിയാ കൊടുക്കുന്നത്. പോരാ, 3 സവാള, 2 പാക്കറ്റ് ഡാൽഡ, 1/2 പാക്കറ്റ് RKG. ഇത് ഫിത്ർ സക്കാത്താ. അപ്പൊ അത് കിട്ടണമെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ആവണ്ടേ? സുന്നികൾ 800 വീടുള്ള മാലിൽ ഉദയത്തറക്കുന്നത് 4 എണ്ണം. ചമ്മന്തി ഇറക്കാൻ തകിയോ? എന്നാൽ തന്നെ ടോക്കൺ വാങ്ങിയിട്ട് കാത്തു നിൽക്കണം. ഞങ്ങളെയൊക്കെ ഭാഗത്ത് പരമാവധി കിട്ടിയാൽ 1.25 കിലോ ഇറച്ചിയും 1.25 കിലോ എല്ലും. അതേ സമയത്തോ സക്കാത്ത് ഫണ്ടിൽ നിന്നും റാബിത്തയുടെ ഫണ്ടിൽ നിന്നും വരുന്ന കാശ് കൊണ്ട് 8 വീടുള്ള സ്ഥലത്ത് മുജാഹിദ് 16 ഉദയത്തറക്കാൻ ഗുഡിസിൽ കയറ്റിട്ട് വേണോ കൊണ്ട് നടക്കാൻ. കിടക്കട്ടെ അവിടെ, ഉണക്കിയിട്ടു ഫ്രിഡ്ജിൽ വെച്ചു, അല്ലാതെ കഴിക്കാൻ സുഭിക്ഷ ഭക്ഷണം, കുഴപ്പമില്ല. പിന്നെ മുജാഹിദ് ജമാഅത്തുമായി കഴിഞ്ഞാൽ മക്കളെ കെട്ടിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് എത്രയാ സുന്നികളൊക്കെ ചോദിക്കുന്നത്. മുജാഹിദ് ജമാഅത്താകുമ്പോൾ ലാഭം. ഇതൊക്കെ ധാരണകളാ സത്യത്തില്. കാരണം മുജാഹിദ് ജമാഅത്തൊക്കെ പ്രസംഗിക്കുമെന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, വാങ്ങരുത്, കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്. എങ്ങനെ ഉണ്ടാവുക? നമ്മൾ ഈ 3 ഒരുമിച്ചാ വായിക്കുക. വാങ്ങരുത്, കൊടുക്കരുത്, അങ്ങനെയല്ല. വാങ്ങരുത്, കൊടുക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത് എന്നാ. ഇൻഡോർ ആവാം, ഓപ്പൺ സ്റ്റേജിലാവരുത്. സുന്നികൾ അങ്ങനെയാണ്. മഹർ അങ്ങോട്ട് കൊടുക്കും, നേരെ ഇത് അങ്ങോട്ടും കൊടുക്കും, ഓപ്പണായി. നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് വേറെ വിഷയം. അതേ സമയത്ത് അത് ഹറാമാണ്, നിഷിദ്ധമാണെന്ന് പറയാൻ ഹാസ് മസലക്ക് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മളത് നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇവരൊക്കെ അത് തെറ്റാണെന്ന് പറയുകയും കൊടുക്കുകയും ചെയ്യാണ്. അതില്ലേ, അത് രഹസ്യമായിട്ട് കല്യാണം അന്വേഷിച്ച് നോക്കിക്കോ നിങ്ങൾ. തലേ ദിവസം തരാന്ന് പറയും. എന്റെ നാട്ടിൽ കുറെ അവരുള്ളതുകൊണ്ട് ശരിക്കും എനിക്കറിയാലോ. അതുകൊണ്ട് പക്ഷെ പിന്നെ ചില മാന്യന്മാരുണ്ട്, അവർ സ്ത്രീധനം വാങ്ങൂല. പിന്നെ BEdും TTC ഒക്കെ കഴിഞ്ഞതാ കുട്ടി, കുഴപ്പമില്ല. അല്ലെങ്കിലോ കല്യാണമൊക്കെ കഴിഞ്ഞാൽ പറയും, പിന്നെ പുതിയാപ്പിളക്ക് തൊട്ടടുത്ത സ്കൂളിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്, ഒരു LP സ്കൂൾ അധ്യാപകനാണ്. കാശൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, 2 ലക്ഷം സംതിങ് എന്തെങ്കിലും, അത്രയല്ലേ ഉള്ളൂ. 2 ലക്ഷം മാനേജർക്ക് കൊടുത്താൽ മതി, സ്ത്രീധനം വേണ്ട, 2 ലക്ഷം കൊടുത്താൽ മതി. അങ്ങനെ കുറെ പദ്ധതികൾ ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ടേക്കൊന്നും കിടക്കുകയല്ല. അപ്പോ ഇത് മനസ്സിലാക്കി കൂടിയ ആളുകൾ ഇനി അത് ഉണ്ടെങ്കിൽ തന്നെ ദുനിയാവിന്റെ സുഖം അല്ലേ? ഫിത്ർ സക്കാത്തിന്റെ അരിയൊക്കെ 4 ദിവസം കഴിഞ്ഞാൽ കക്കൂസ്കെത്താനുള്ളതല്ല. ഈ ഒളിയത്തിന്റെ മാംസം ശരീരത്തിൽ പിടിച്ച് കബർ പോയ പുയ്യുന്നാളല്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ മതീ പ്രകാരം റസൂലുള്ളാഹിനെ തന്നെ പുയ്യുന്നു കിടുന്ന ഞാൻ വായിച്ചു തരാം. പിന്നെ ഇപ്പൊ വെരി ലോക്കലായ നമ്മള് കബർക്ക് എത്താൻ കാത്തുക്ക പുയ്യുന്ന ഉറപ്പന്നല്ലേ? പിന്നെ ഒലിയത്തിന്റെ അരച്ചുകൊണ്ട് നേട്ടം അല്ലേ ആലോചിക്കും നിങ്ങൾ. അതുകൊണ്ട് ഭൗതികമായ നേട്ടത്തിലൂടെ എല്ലാ ഇസ്ലാമിനെ നോക്കണ്ട. പിന്നെ മുമ്പ് ചില ആളുകൾ വിലയിരുത്തിയിട്ടുണ്ട്. അതെങ്ങനെയാ? സുന്നികൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ ആ പഞ്ചന്മാരായിട്ട് നിന്ന ആളുകൾ, അതാ ഭർത്താവുകാർ, കുറച്ച് വലിയക്കന്മാര്, കുറെ രോഗമില്ലാത്ത കുറച്ച് ഹാജിമാര്, അങ്ങനെ ഒരു കൂട്ടായ്മ, ഇത്രയേ ഉള്ളൂ. എഡ്യൂക്കേറ്റഡ് ടീമൊന്നും ഇല്ല. ഞാൻ പറയുന്നത് ഒന്ന് സ്വർഗത്ത് പോകാൻ എഡ്യൂക്കേറ്റഡ് ആവേണ്ട ആവശ്യമില്ല. സിദ്ദീഖുൽ അക്ബർ BEd കാരനല്ലോ, മുല്ല ഫാറൂഖ് ബികോം കാരന, അതിലുള്ള പ്രൊഫസറാ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് ഇസ്ലാം എതിരുമല്ല, കാലികമായിട്ടാവാം. അതേ സമയത്ത് അതുകൊണ്ട് ഇസ്ലാമിന്റെ ഹക്കും ബാത്തിനും മാനദണ്ഡം നോക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ എല്ലാറ്റിനും പുറമെ ശരിക്കും ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ടത് സുബ്ഹാനല്ലാഹ് പഴയ ഇസ്ലാമിന്റെ കോപ്പിയാരുടെ അടികളുണ്ട് എന്നാണ്. ഇനി ഇപ്പൊ നിങ്ങൾ ആ കോണിലൂടെ വിലയിരുത്തിയാലും പ്രശ്നമല്ല. എന്തേ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ ആർക്കാ കൂടുതലുള്ളത്?
അത് തുറന്നാലേ പറയാം. അതിപ്പോ സുന്നികളെടുത്ത് തന്നെ ഇപ്പൊ ആ ആരോപണം ഉന്നയിച്ച ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പലയിടത്തും പറയുന്നതാണല്ലോ. എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും മറ്റുമൊക്കെ പഠിപ്പിക്കാത്തവരെന്ന് പറഞ്ഞത് തന്നെ മുസ്ലിംമാർ ദ്വാരക്കുന്നത് ഇംഗ്ലീഷിലാണ് ആക്ഷേപം പറഞ്ഞുകൊണ്ട് കേൾപ്പും. അപ്പൊ അങ്ങനെ എത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയങ്ങൾ ഇപ്പൊ ഊണുപോലെ വളച്ചു വന്തി സുന്നികൾക്ക് എന്ന് പറയുകയാണ്. തലകെട്ട് കെട്ടിയ ആളുകൾ ഇപ്പൊ പ്രസംഗിക്കാൻ മറ്റൊക്കെ വരുമ്പോ ഇംഗ്ലീഷിന്റെ വേർഡ്സ് ഇങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആയി പോകുകയാണ്, ഏതാണെന്ന് അറിയാതെ കോലത്തിലപ്പുണ്ട് അല്ല, അങ്ങനെയാണ്. അപ്പൊ ഈ രൂപത്തില് ആ ആരോപണം അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ തിരിച്ചു വെക്കാൻ ടൈമായിട്ടുണ്ടല്ലോ. അതുകൊണ്ടും നിങ്ങൾ ജമാഅത്താവും മുജാഹിദും ആവണ്ട, അത് മനസ്സിലാക്കാനാണ്. പക്ഷെ ഇസ്ലാമിക വിശ്വാസങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തിയപ്പോൾ മൗദൂദി സാഹിബ് പറഞ്ഞു കേട്ടോളൂ. മുഹമ്മദ് നബി തിരുമേനി 5 കാര്യങ്ങൾ വിശ്വസിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞുവല്ലോ. ഏകദൈവത്തിലുള്ള വിശ്വാസം 5 കാര്യങ്ങൾ ഇസ്ലാം കാര്യം ആദ്യം പറഞ്ഞു. ഇനി ഏകദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ മലക്കുകളിലുള്ള വിശ്വാസം, ദൈവിക ഗ്രന്ഥങ്ങൾ പൊതുവെയും പരിശുദ്ധ ഖുർആനിൽ പ്രത്യേകമായുള്ള വിശ്വാസം, 4 പ്രവാചകന്മാരിൽ പൊതുവിലും അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബിയിൽ പ്രത്യേകിച്ചുള്ള വിശ്വാസം, 5 പരലോക ജീവിതത്തിലുള്ള വിശ്വാസം. ഇവ ഇസ്ലാമിന്റെ അസ്ഥിവാരമാണ്. നമ്മൾ ഒരു പരമേശ്വരനെ വിളിച്ച് ചോദിക്കുക, ഒരു വേലായുധനെ വിളിച്ച് ചോദിക്കുക. എൻ്റെ നാട്ടിൽ നാടി ഉണ്ടായിരുന്നു, മരിച്ചു പോയി. കള്ള് കുടിച്ചാ പറയും. എന്തെങ്കിലും ഉടനെ സംസാരിക്കുകയാണെങ്കിൽ ഈമാൻ കാര്യം മാറി ഇസ്ലാം കാര്യം 5, 5 മാറും 11 ആണെങ്കിൽ വിശ്വസിച്ചാൽ മതി. മുസ്ലിംകളടക്കം ഈമാൻ കാര്യം മാറി ഇസ്ലാം കാര്യം 5, 5 മാറും 11 വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്റെ വാക്കുകളാ പിന്നെ മുമ്പിൽ പറയുന്നത്. അപ്പോ മുസ്ലിങ്ങൾക്ക് പോലും അറിയില്ല മുത്തവാത്തിറായ കാര്യം ഈമാൻ കാര്യം 6, ഇസ്ലാം കാര്യം 5. മൗദൂദി വന്ന് അപ്പിനി അങ്ങനെ സ്വന്തം പരിശോധിച്ചപ്പോൾ ഈമാൻ കാര്യം 5 ഒന്ന് ചുരുങ്ങി. ഈ പുസ്തകം കേരളത്തിൽ ഇറങ്ങിയപ്പോൾ വലിയ ഒച്ചപ്പാടുണ്ടായി. അന്ന് ഹാജി മുഹമ്മദ് അലി സാഹിബ് എന്ന് പറയുന്ന മുഹമ്മദ് അലി ഹാജി മൗദൂദിയെ നേരെ വൈകത്ത് ചെയ്ത് കേരളത്തിൽ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി പ്രചരിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇയാൾ ഉടനെ തന്നെ മൗദൂദിക്ക് കത്തയച്ചു. സംഗതി വിഷമാണ്, ഈമാൻ കാര്യം 5 ആക്കിയത് വലിയ പ്രശ്നമായിട്ടുണ്ട്, കേരളത്തിലെ ആലിമീങ്ങളൊക്കെ ചർച്ച നടത്തുന്നുണ്ട്. അപ്പൊ പറഞ്ഞു ബേജാറാവണ്ട, അടുത്ത പതിപ്പിൽ നമ്മൾ തിരുത്തിക്കൊള്ളാന്ന് പറഞ്ഞു. ഏത് ഈമാൻ കാര്യം അടുത്ത പതിപ്പിൽ തിരുത്തിയ കോലം കണ്ടോ നിങ്ങൾ? ഇത് 2ാമതിറങ്ങിയ കോപ്പി. ഈ കോപ്പിയിൽ വന്നപ്പോ എണ്ണിയത് അങ്ങനെ തന്നെ കൊടുത്തു. മുഹമ്മദ് ഏകദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തിന്റെ മലക്കുകളിലുള്ള വിശ്വാസം, ദൈവിക ഗ്രന്ഥ പൊതുവായും പശുക്കൾ പ്രത്യേകമായുള്ള വിശ്വാസം, പ്രവാചകന്മാരിൽ പൊതുവിലും അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി പ്രത്യേകിച്ചുള്ള വിശ്വാസം, പരലോക ജീവിതത്തിലുള്ള വിശ്വാസം. എന്നിട്ട് അടിക്കുറിപ്പ് കൊടുത്തിട്ട് പറഞ്ഞു, ഈമാൻ കാര്യങ്ങൾ 5 ആയിട്ടാണ് ഞാൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. അല്ല പറയാ, ഈമാൻ കാര്യങ്ങൾ 5 ആയിട്ടാണ് ഞാൻ ഇവിടെ വിവരിച്ചിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിലെ ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി, സൂറത്തുൽ നിസായിലെ മഅ്മിനു ബില്ലാഹി വമലായികത്തി എന്നീ വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ അള്ളാന്റെ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞത് ഈമാൻ കാര്യം 5, ഈ 2 ആയത്തെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നബിവചനങ്ങളിൽ കേൾക്കണം, നബിവചനങ്ങളിൽ ഖദറിലുള്ള വിശ്വാസവും ഈമാൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അപ്പോൾ ഈമാൻ കാര്യങ്ങൾ അതിന് പകരം 6 ആയിത്തീരുന്നതാണ്. എങ്ങനെ? രാജാവിനേക്കാളും വലിയ രാജ്യഭക്തി, മരത്തിനേക്കാളും വലിയ കൊമ്പ്. നിഷ്പക്ഷമായി ചിന്തിച്ചോ നിങ്ങൾ. ഇത് റസൂലുള്ളാഹി തങ്ങൾ ഒന്നുമല്ല. എന്തേ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് ഈമാൻ കാര്യങ്ങൾ 5. പക്ഷെ അതടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പറഞ്ഞത്. പക്ഷേ പ്രവാചകൻ അത് ഹദീസില് ഈമാൻ കാര്യം 6 ആക്കിയിട്ടുണ്ട്. അപ്പാറല്ല ഇപ്പൊ റസൂലിന്റെ വലുത് മൗദൂദിയ വലുത് അല്ല. എന്താ ഇപ്പൊ ജമാഅത്തിന് കുഴപ്പം? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ മുജാഹിദിനെ പോലെ ഒന്നും തുറന്ന സ്റ്റേജിൽ ഓപ്പൺ ആയിട്ട് ചീത്ത വിളിക്കുന്ന പോലുമില്ലല്ലോ. അങ്ങനെ ചില വിലയിരുത്താനുള്ള അങ്ങനെയാണ്. മുജാഹിദൊക്കെ ഓപ്പൺ ആയിട്ട് അങ്ങ് ചീത്ത പറയും. ഇപ്പൊ സക്കരിയ സ്വലാഹിക്ക് കണ്ടില്ലേ, മക്കബറ പൊളിക്കണം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ്. എന്തേ? ബ്രിട്ടീഷുകാരൻ പഴയ കാലത്ത് എഴുതി കൊടുത്ത കുറെ അജണ്ടകളുണ്ട്, ഹിഡൻ അജണ്ട. ഈ അജണ്ടകൾ പെട്ട ഒന്നാണ് മഹാന്മാരെ മക്കബറകളൊക്കെ പൊളിക്കൽ. ആ മക്കബറ ആദ്യം ശിർക്ക് എന്ന് കുറെ പറഞ്ഞു, ആളുകൾ വിട്ടു നിൽക്കണില്ല. ഇനി ഒരു മാർഗമേ ഉള്ളൂ, പൊളിക്കന്നെ. അങ്ങനെയാ സക്കരിയ സ്വലാഹി എന്ന പാതിരി പ്രസംഗിച്ചിട്ട് പറഞ്ഞു,
മദീനത്തുള്ള മക്ബറ പൊളിക്കണം. സൗദി ഗവൺമെന്റ് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ കയ്യിൽ അധികാരം കിട്ടിയാൽ പൊളിക്കൂ. പക്ഷെ ഇവരെ ധൈര്യം എത്ര ഉണ്ട് എന്നുള്ളത് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിച്ചൊരു കാസറ്റുകൾ കേട്ടിട്ടുണ്ടോ? ഭയങ്കര ധൈര്യം ഇവർക്ക്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ മൗലവി ആളും മുജാഹിദാണ്, പേരും മുജാഹിദാണ്, രണ്ടും മുജാഹിദാണ്, ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ. ആ മോലി പ്രസംഗിക്കുന്നത് എന്താ അറിയാം? ഒരു LCD പ്രൊജക്ടർ കൊണ്ടുവന്നിട്ട് ഒരു കവലയിലോ ടൗണിലോ വെക്കുക. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വാതിലടച്ച് പള്ളിന്റെ ഉള്ളിലോ റൂമിന്റെ ഉള്ളിലോ കടന്റെ ഉള്ളിലോ ഇരിക്കുക. എന്തേ ഏറ് കിട്ടുകയാണെങ്കിൽ LCDക്ക് കിട്ടിക്കോട്ടെ. ഭയങ്കര ധൈര്യമാണല്ലോ അല്ലേ? ഭയങ്കര ധൈര്യമാണ്. അപ്പൊ ഇവിടെ ധൈര്യം സൗദി ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മക്ബറ പൊളിക്കണം. വളരെ ചീപ്പായിട്ട്. ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലോ അങ്ങനെയൊന്നും പറയൂല. പ്രവാചകന്റെ മക്ബറക്കും പ്രത്യേകതയൊന്നുമില്ല. അതാണ് തമ്മിലുള്ള മാറ്റം. നമ്മളങ്ങനെ അതുകൊണ്ടാണ് ഈ പട്ടിൽ പൊതിഞ്ഞ പാഷാവെന്ന് പേര് വെക്കാൻ കാരണം. പൊതുജനങ്ങൾ ധരിക്കും ജമാഅത്ത് ഇസ്ലാമി വിമർശിക്കാറില്ല എന്നല്ല കണ്ട പുഞ്ചിരിച്ച് സലാം പറഞ്ഞു. ഇനി ഇതുപോലെ വിവാദ പ്രസംഗം കഴിഞ്ഞാൽ തന്നെ പിറ്റേ ദിവസം കാശ്മീറും ഗുജറാത്തും അഫ്ഗാനും മാറാടും ഫലസ്തീനും അങ്ങനെ തുടങ്ങിയിട്ട് ജഗൽപൂരും ബഗൽപൂരും ഭീവണ്ടിയും ഒറീസയും അസാമും ആ ലോകങ്ങളൊക്കെ ഒന്നായിട്ട് ഇളകി മറിയുമ്പോൾ തവസ്സുൽ ഇസ്തിഹാസയുടെ പേര് കൈ എവിടെ കിട്ടും എന്നതിന്റെ പേരിൽ തറാവീഹ് റക്അത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ തർക്കിക്കേണ്ടവരാണോ? ഫലസ്തീനിൽ കണ്ടില്ലേ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ? സർവ്വപ്പെട്ട ആൾക്കാർ കണ്ടില്ലേ? ബൂസ്നിയിൽ കണ്ടില്ലേ? ഒക്കെ അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. ഇനി കേരളത്തിൽ ഇറങ്ങിയാൽ തന്നെ പ്ലാച്ചമടയും കൊക്കക്കോളയും അവിടെ ഒതുങ്ങിയിട്ട് നിൽക്കാനാണ്. പക്ഷേ ഇത് മനസ്സിലാക്കിയ ആളുകൾ നല്ല ആളുകളാന്ന് ധരിക്കും. ഉള്ളിലുള്ളത് പാഷാണ്. ശൈലിമോൾ സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട് ഉദാഹരണം. മുജാഹിദാണെങ്കിൽ തെങ്ങുംപട്ട എടുത്ത് നിന്റെ തലയിലൂടെ ഒന്നങ്ങ് വെച്ച് തരൂ എന്ന് പറയും. ദേഷ്യം പിടിച്ചാലേ തെങ്ങുംപട്ട കൊണ്ടേ എന്റെ തലയിലൊന്നങ്ങ് തരും ഞാൻ. ലേശം ഗൗരവായി പോയി. ജമാഅത്ത് ഇസ്ലാമിയുടെ ആള് വന്നിട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പറയരുത്. പിന്നെയോ കേരവൃക്ഷത്തിന്റെ ശാഖോപശാഖകൾ കൊണ്ട് നിന്നെ ഞാൻ തരോടും ഇങ്ങനെ പറയാവൂ. ഇത് ശൈലിയിലുള്ളൊരു മാറ്റ. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പൊ മക്ബറയുടെ കാര്യം ഞാനതിൽ എടുത്തിട്ട സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മദീനത്തുള്ള ജാറം അത് പൊളിക്കണം എന്നാണ് മുജാഹിദ് മൗലവിമാർ പ്രസംഗിച്ചത്. ജമാഅത്ത് ഇസ്ലാമിയോ ഭംഗിയായ രീതിയിൽ ആളുകളുടെ മനസ്സിൽ നിന്ന് മദീനയോടുള്ള ബഹുമാനം എടുത്തു കളയാണ്. ഉദാഹരണത്തിന് ഈ പുസ്തകം ഇതിപ്പോൾ വിപണിയിൽ കിട്ടുന്ന ഗ്രന്ഥം ഹജ്ജ് യാത്ര എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് റളിയല്ലാഹു അൻഹു ചെല്ലത് അയാളുടെ പേര് ഞാൻ വായിച്ചതാ. ഷേഖ് മുഹമ്മദ് കാരക്കുന്ന് എന്നാണ് ഇയാളുടെ പേര്. എൻ്റെ അടുത്ത നാട്ടുകാരനാണ്. ഇദ്ദേഹം മദീനയിലൂടെയും മക്കയിലൂടെയൊക്കെ യാത്ര നടത്തി യാത്രാ വിവരണം പറയുകയാണ്. പക്ഷെ പറയുന്ന കൂട്ടത്തിൽ കുറെ സത്യം പറഞ്ഞു പോയിച്ചു. ഇങ്ങനെയാണല്ലോ പറയുമ്പോൾ അത് ഓർക്കാതെ സത്യം പറഞ്ഞു. കൂട്ടത്തിൽ ഒരു സത്യം എന്താ ചോദിച്ചാൽ കേട്ടോളൂ. ഉജ്ജ്വലമായ ഖുതുബ ഷേഖുകാർക്കെന്ന് പറയാം. മദീനയിലെ താമസത്തിനിടയിൽ മസ്ജിദുൻ നബവിയിലെ ജുമുഅയിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചു. ഇസ്ലാമിക ലോകത്തെ വലയം ചെയ്ത വിപത്തുകളിലേക്ക് വെളിച്ചം വീശുന്ന ഖുതുബ ഉജ്ജ്വലവും ഭക്തിജന്യവുമായിരുന്നു. മലയാളത്തിലെല്ലാം ഉറപ്പല്ലേ? മദീനത്തെ ഖുതുബയാണ്, ഉജ്ജ്വലമാണ്, ഭക്തിജന്യമാണ്. ഇനി കേട്ടോളൂ. ഖുതുബയും നമസ്കാരവും അരമണിക്കൂർ കൊണ്ട് അവസാനിച്ചു. അപ്പൊ അരമണിക്കൂർ കൊണ്ട് അവസാനിച്ച ഖുതുബ നിസ്കാരമാണ്. അത് ഭക്തിജന്യമാണ്, ഉജ്ജ്വലമാണ്. അപ്പൊ അറബിയിൽ ഖുതുബ ഭക്തി ഉണ്ടാവുന്നു, വേഗം കഴിയുന്നു. ആ മദീനയിലെ അതേ അമല് ഫോളോ ചെയ്തുകൊണ്ടാണ് സുന്നിപ്പള്ളികളുള്ളത് എന്ന് മനസ്സിലാക്കാൻ അമിത ബുദ്ധിന്റെ ആവശ്യമുണ്ടോ? ചിന്തിച്ചോളൂ നിങ്ങൾ. അതങ്ങനെ തന്നെ ഇവരെ ഖുതുബ കേട്ട ഭക്തി ഉണ്ടാവില്ല. ഒന്ന് കണ്ടാൽ തന്നെ മൗലിമാരെ കണ്ട ഭക്തി ഉണ്ടാവില്ല. അത് കുറ്റപ്പെടുത്താനല്ല, മൊത്തം ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തനമൊക്കെ നേതാക്കന്മാരൊക്കെ നോക്കുമോ നിങ്ങൾ? ഒരു തലയിൽ മൗദൂദി ഒരു തൊപ്പിയെങ്കിലും വെച്ച്. ഇതിപ്പോഴത്തെ മൗലിമാരാണെങ്കിലോ സത്യത്തിൽ പറഞ്ഞാൽ മിമ്പറിൽ കയറാൻ വരുന്ന ഒരു മൗലവിയും തെങ്ങിൽ കയറാൻ വരുന്ന ഒരു വേലായുധനും തമ്മിൽ പ്രത്യക്ഷത്തിൽ മാറ്റമൊന്നും കാണൂല. അല്ല നോക്കൊണ്ടും രണ്ടും തല തുറന്നിട്ടിട്ടല്ലേ ഉണ്ടാവുക. കണ്ടാലെങ്കിലും ഒരു ഭക്തിയും ഒരു മൂമിന്റെ രൂപവും കാണൂലല്ലോ. അതുകൊണ്ട് ആ മൗലവി മിമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചാൽ ഭക്തിയല്ല, ഭക്തിക്ക് പകരം പ്രശ്നങ്ങളുണ്ടാവും. അതുണ്ടായ റിപ്പോർട്ട് 3 വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ ഖുത്ബ ഓതിയിട്ട് അടിയും ബഹളവും നടന്നു. മലയാള മനോരമ റിവായത്ത് ഹദീസുണ്ട്, ചന്ദ്രിക റിവായത്ത് ഹദീസുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് 2-3 പത്രങ്ങളൊക്കെ വന്നു. എന്ത് സോൾഡാറ്റ് ചെയ്ത അവന്റെ പ്രസംഗം ഖുത്ബ പ്രസംഗം അടിപിടിയിൽ കലാശിച്ചു.
അപ്പൊ അത് ഭക്തിജന്യമല്ല, പിന്നെയോ കച്ചറാധിഷ്ഠിതമാണ്. നേരെ മറിച്ച് അറബിയിലെ ഖുതുബ അരമണിക്കൂർ കൊണ്ട് ചുരുങ്ങുന്നു, ഭക്തിജന്യം. നീ കേട്ടോ, മസ്ജിദുൽ ഹറാമിൽ എന്ന പോലെ ഇവിടെയും അഥവാ മദീനയിലും ജുമുഅക്ക് 2 ബാങ്കുണ്ട്. ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ എത്ര ബാങ്കുണ്ട്? ഉസ്താദ് ഉണ്ടാക്കിയ അല്ല കുട്ടിയെ 2 ബാങ്ക്. ശംസുലമ ഈക്കുണ്ടാക്കിയതുമല്ല, പാണക്കാട് ജിയാബത്തുൽ ഖാദിയ പള്ളിയിൽ മാത്രമുള്ളതുമല്ല. പിന്നെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ അന്ത്യവിശ്വം മദീന, ആ മദീനയിൽ മക്കത്തുള്ളത് പോലെ 2 ബാങ്കുണ്ട്. അത് മക്കത്തുണ്ട്. അല്ലേ അതിനർത്ഥം? അല്ലേ? പഞ്ചസാരയിൽ കുറച്ച് കൂടിയാലും പാലിലൊട്ടും കുറയണ്ടെന്ന് പറഞ്ഞു. ചായ ഉണ്ടാക്കിയപ്പോഴേ പഞ്ചസാരയിലൊട്ട് കൂടിയാലും പാലിലൊട്ടും കുറയണ്ട, 2ഉം വേണമെന്നാ പറഞ്ഞിരുവാനാ. അല്ലേ? ഇതേപോലെ മസ്ജിദുൽ ഹറാമിൽ എന്ന പോലെ ഇവിടെയും കുത്തുബ 2 ബാങ്ക് 2. അവൻ മക്കത്തും 2, മദീനത്ത് 2. പിന്നെ മുക്കത്തെന്തിന് ഒന്നാക്കണം? അല്ലേ? നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാ. ഇനി കേട്ടോളൂ, ഭരണകൂടവും പണ്ഡിതന്മാരും സലഫികളാണെങ്കിലും അപ്പൊ ഉസ്താദ് പോയി തുടങ്ങിയതെല്ലാം ഉറപ്പാ. അല്ല, ഷെയ്ഖ് മുഹമ്മദ് പിന്നെ UAE ചിലപ്പോ ഷെയ്ഖ് സാഹിബ് കണ്ടില്ലേ, കബറ് കെട്ടിപ്പൊക്കിയിട്ട് എല്ലാ റമദാൻ ഉറൂസ് നടക്കുന്നു, കൂട്ടുപ്രാർത്ഥന, അതൊക്കെ ഐപിന്റെ പണിയാണ്. ആയിക്കോട്ടെ, ഉസ്താദിന്റെ ഗ്രേഡ് കൂടാ, അത് വേറെ വിഷയം. കാരണം അറേബ്യൻ രാഷ്ട്രം കൺട്രോൾ ചെയ്യാൻ മാത്രം ഉസ്താദ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചില്ലറയല്ലല്ലോ. ഇപ്പൊ അള്ളാഹു ആഖിറത്ത് ഉസ്താദിന്റെ പദവി വളർത്തി കൊടുക്കുമാറാവട്ടെ. കാരണം നമ്മക്ക് കൂടി രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഭേദമാവട്ടെ. കേട്ടോളൂ, ഭരണകൂടവും പണ്ഡിതന്മാരും സലഫികളാണെങ്കിലും ഇതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പൊ സ്റ്റാറ്റസ് കോ അതേതാണ്? അറബിയിലെ ഖുതുബ ജുമുഅക്ക് 2 ബാങ്ക്, സുബ്ഹാനല്ലാഹ്, എഴുതി പോയതാണ് സത്യം. അപ്രകാരം തന്നെ തറാവീഹ് നമസ്കാരം 20 റക്അത്താണ്. ഉണ്ടെങ്കിൽ തന്നെ എഴുതാൻ പോകേണ്ടതൊക്കെ ഒന്ന് ആലോചിക്കുക. ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് മലയാളത്തിലേത് പുസ്തകത്തിൽ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ പോകുന്നവരുണ്ടെങ്കിൽ, അത് ശരിയാണ് എന്ന് ധരിച്ചു വശായവരുണ്ടെങ്കിൽ ഈ പുസ്തകങ്ങൾ ഒരെണ്ണം വാങ്ങുക. എന്നോട് നോക്കിക്കോങ്ങള്, ഈ പറഞ്ഞ സത്യമാണോ, എന്റെ വക പറയുന്നതാണോ? ഇനി തീർന്നിട്ടില്ല, പറയുന്നത് കുറെ പറഞ്ഞിട്ട് പറയുകയാണ്. അങ്ങനെ ദീർഘമായ ചർച്ച നടന്നു. അവസാനം അവരെത്തിയ ഒരു ഒത്തുതീർപ്പനുസരിച്ച് ഹറമിൽ വെള്ളിയാഴ്ചയിലെ ബാങ്കും തറാവീഹ് നമസ്കാരവും നേരത്തെ ഉണ്ടായിരുന്നത് പോലെ നിലനിർത്തി. അപ്പൊ അത് അടുത്തുണ്ടായതല്ല, പണ്ടേ തുടങ്ങി വെച്ചത്. ഇങ്ങനെ കുറെ സത്യം ഇതിലുണ്ട്. കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ റൗളയെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, പ്രവാചകന്റെ ഖബറിന്, കേട്ടോളൂ ജമാഅത്ത് ഇസ്ലാമിന്റെ ശൈലി, പ്രവാചകന്റെ ഖബറിന് പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകതയും ഇല്ല. എങ്ങനെ? പ്രവാചകന്റെ ഖബറിന് പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകത ഇല്ല. ഉംറ വിസ അടിച്ചിട്ടെങ്കിലും മദീനത്ത് പോയ കണ്ണുകൊട്ട സമ്മതിക്കൂ? ഒരു പ്രാവശ്യമെങ്കിലും പോയ മുഴുവൻ ആളുകളും പറയും നല്ലോണം വ്യത്യാസമുണ്ട്. എന്തേ? ഒന്ന്, 4 ഭാഗവും ഏകദേശം ഒരു കാച്ചുമര് 4 ഭാഗത്തുമുണ്ട്. ബാക്കി ഗ്രില്ല് വെച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ മുകളിൽ നിന്ന് 4 ഭാഗവും പച്ച വിരി തൂക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് 3 ഹോൾസുകളുണ്ട്. അവിടെ പോലീസുകാരും ഉത്തമമാരും നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ആളുകൾ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ, ദുആ ചെയ്താൽ, അങ്ങനെയാണ് മാലിക് ഇമാമൊക്കെ കൊടുത്ത ഫത്വ. അബൂ മൻസൂർ രാജാവ് വന്നിട്ട് എങ്ങോട്ട് തിരിയണം ദുആ ചെയ്യാൻ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് തിരിഞ്ഞാൽ കിബില പുറകിലോ, കിബിലക്ക് തിരിഞ്ഞാൽ റസൂലുള്ള പുറകിലോ. ഞാൻ എങ്ങോട്ട് തിരിയണം എന്ന് ചോദിച്ചപ്പോ മദീന പള്ളിയിൽ അന്നത്തെ മുദർരിസ് ഇമാം മൗലാന മാലിക് റളിയല്ലാഹു അൻഹു കൊടുത്ത ഫത്വ, എന്തിനു സംശയിക്കണം? ഹാദാ വസീലത്തുക വ വസീലത്തു അബിക ആദം. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെയും അല്ലാഹുവിനും ഇടയിലുള്ള പിന്നെ മധ്യവർത്തിയാണ് വിധങ്ങള്. തിരിഞ്ഞോ റൗളയിലേക്ക്. അതനുസരിച്ച് റൗളയിലേക്ക് തിരിയുമ്പോ കിബലഹിന എന്ന് പറഞ്ഞ് തിരിക്കാൻ അവിടെ പിന്നെ മുത്തവന്മാരുണ്ട് ഇല്ലേ? ഇനിയോ 24 മണിക്കൂർ, ഇപ്പൊ പത്രത്തിൽ വായിച്ചില്ലേ നിങ്ങൾ, 24 മണിക്കൂർ ഓപ്പൺ ആക്കി മുഅ്മിനീങ്ങൾക്ക് അവസരം കൊടുക്കുന്നുണ്ട്. ആ റൗളയുടെ മുകളിൽ ലാ തർഫു അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി, നിങ്ങൾ ശബ്ദം ഉയർത്തരുത് ആയത്തേതി വെച്ചിട്ടുണ്ട് ഇല്ലേ? ഇനിയോ ജന്നത്തുൽ ബഖീന്റെ ആ വാതിൽ കഴിച്ചാൽ ബാബു ജിബ്രീൽ ഇപ്പുറത്തുള്ള ഡോറ്, ആ ഡോറിലൂടെ വരുമ്പോൾ ഇത് റസൂലുള്ളാഹിന്റെ റൗളയാണെങ്കിൽ ആയിഷ ബിവിയുടെ റൂം, ആ റൂമിന്റെ അടുത്തെത്തുമ്പോ അവിടെ കാണാം ഒരു ഡോറ്. ആ ഡോറിന് പിത്തളി കൊണ്ടുള്ള അടയാളം, അതിൽ കാണാം ഒരു വട്ടക്കണ്ണി. ആ വട്ടക്കണ്ണിയിൽ അന്തശ്ശഫീഉല്ലദി
തുർജാ ശഫഅതുഹു അല സിറാത്തി ഇദാ മദല്ലത്തിൽ ഖദമു. കൊത്തി വെച്ചിട്ടില്ലേ ഇങ്ങനെ എത്ര മാറ്റങ്ങൾ. റസൂലുള്ളാഹി തങ്ങൾ അന്ത്യവിഷമം കൊള്ളുന്ന ആ മഖ്ബറക്ക് മുകളിലതാ വിശുദ്ധമായ പച്ച കുബ്ബ അതാ തകർക്കണെന്ന് സക്കരിയ പ്രസംഗിച്ചത്. മൗദൂദിയുടെ ആള് ശേഖവതുകാരക്കുന്ന കുബ്ബയും കണ്ടില്ലേ. മൂപ്പര് പറയുന്നത് പ്രവാചകന്റെ ഖബറിന് പ്രത്യക്ഷത്തിൽ പ്രത്യേകതല്ല, ആന്തരികമായിട്ടോ അത്രയില്ല. കാരണം ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്, പ്രത്യക്ഷത്തിൽ പ്രത്യേകതയില്ല. അപ്പം തോന്നിപ്പോകും നിങ്ങൾക്ക് ആന്തരികമായിട്ടുണ്ട്, അതില്ലാന്ന് വേറെ പറയുന്നുണ്ട്. ജീർണിച്ചു പോയതാണ്. മുമ്പ് ഒരുത്തൻ വെറ്റില മുറുക്കാൻ പുതിയപ്പോ എന്ന് പറഞ്ഞാണ്, അടയ്ക്കും വെറ്റിനുജി തരികയാണെങ്കിൽ ചുണ്ണാമ്പാരോടും ചോദിച്ചു നോക്കാം, എന്നാലും വേണം പുകര കിട്ടിയിട്ട്. ഏത് അടയ്ക്കും വെറ്റിനുജി തരികയാണെങ്കിൽ ചുണ്ണാമ്പ് ആരോടെങ്കിലും ചോദിക്കായിരുന്നു, എന്നാലും വേണം പുകര കിട്ടിയിട്ട്. അർത്ഥം ഒരു ചുക്കും വരെ എടുത്തില്ലാണ് നിങ്ങള്. പക്ഷെ പറഞ്ഞു കേട്ടാ തോന്നിപ്പോവും രണ്ടെണ്ണം തന്ന ബാക്കിയൊക്കെ ഉള്ളതായി അല്ലേ. ഈ രൂപ ഇതാ ജമാഅത്ത് ഇസ്ലാമി. പട്ടിൽ പൊതിഞ്ഞ പാഷാണം, പുറത്തിങ്ങനെ പട്ട, ഉള്ളില് പാഷാണം. നോക്ക് നിങ്ങള്. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ കറാമത്ത് കണ്ടോ, റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കണ്ടോ. ഒരു പുസ്തകം എഴുതിയിട്ട് അതിൽ ആശയം ഉദ്ദേശിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മഖ്ബറക്ക് ഒരു പ്രത്യേകതയും ഇല്ല എന്ന് പച്ച മലയാളത്തിൽ ഉള്ളിൽ എഴുതി വെച്ചപ്പോൾ അതിന്റെ ബാക്ക് സൈഡിലാ മൂപ്പര ഫോട്ടോ വെച്ചത്. പക്ഷേ ഫ്രണ്ട് ചട്ടയിൽ തന്നെ റസൂലുള്ളാഹിന്റെ ജാറത്തിന്റെ ഫോട്ടോ. ഞാൻ ചോദിക്കട്ടെ ജമാഅത്തുകാരെ, ഇത്ര കിഴക്കാണോ കൂട്ടരെ പടിഞ്ഞാറ്? ഇത്ര കിഴക്കാണോ പടിഞ്ഞാറ്? എന്തേ പരസ്യമായി പുസ്തകത്തിന്റെ ഫ്രണ്ട് ചട്ടയിൽ അല്ലാഹുവിന്റെ അന്ത്യവിഷമം കൊള്ളുന്ന മഖ്ബറയുടെ കുബ്ബയുടെ ഫോട്ടോ എന്നിട്ട് ഉള്ളിൽ എഴുതി വെക്കുക, പ്രവാചകന്റെ ഖബറിന് പ്രത്യക്ഷത്തിൽ ഒരു പ്രത്യേകതയില്ല. ഞാൻ പറയട്ടെ, ഈ പോക്കെങ്ങോട്ടാ? ഇത് റസൂലുള്ളാഹി തങ്ങളുമായിട്ട് ബന്ധം വളർത്താൻ ഈ അടുത്തിറങ്ങിയ മുജാഹിദിന്റെ പുസ്തകം കിട്ടി. അതിലിപ്പോ ഒരു പുതിയ ശൈലി സ്വീകരിച്ചു. ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കും ഹാജികൾക്കും ഫ്രീ ആയിട്ട് വിതരണം നടത്തുക. ജാലിയാത്ത് നമ്മൾ ഇറങ്ങണത്, ഇത് ജാലിയാത്ത് ഫ്രീ ആയിട്ട് സക്കാത്ത് ഫണ്ടിലെ പൈസയല്ലേ. എന്നിട്ട് ഇത് പറയുന്നത് എന്താ അറിയോ? മദീനത്ത് വെച്ചിട്ടുള്ള നിസ്കാരം പോലും സ്വഹീഹല്ല. തുറന്നു പറയണില്ല. പക്ഷേ ശരിക്കും തേങ്ങാന്ന് പറഞ്ഞാൽ ഉരുട്ടി കാണിക്കണ്ട, പറഞ്ഞാൽ തന്നെ തിരിയല്ലോ. ഇതിനിങ്ങനെ എഴുതിയിട്ട് എത്രത്തോളം ഞാൻ പറയുന്നത്, മുസ്ലിങ്ങളെ മുൻകാലത്ത് കഴിഞ്ഞു പോയ മഹാന്മാർ, നബി തങ്ങളടക്കമുള്ള മുഴുവൻ മഹാനുമായി പരമാവധി നമ്മളെ അകറ്റുക. അതിന് ജൂതന്മാർ ആസൂത്രണം ചെയ്ത ആ പദ്ധതിയുടെ ബാക്കി പ്രവർത്തനമാണ് മുജാഹിദുൽ ജമാഅത്തും ഒക്കെ നടത്തുന്നത്. കേട്ടോ, ഇത് ഞാൻ വായിക്കുകയാണ്. ഹാജിമാരുടെ പാത എന്ന പുസ്തകത്തിന്റെ പേര് കേട്ടാലോ ഹജ്ജിന്റെ കർമ്മങ്ങളല്ലേ, ഒന്നുമില്ലാന്ന് കരുതും. പക്ഷേ നോക്കിക്കോളൂ, ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളി മുറ്റത്തോ കിബിലയുടെ ഭാഗത്തോ ആരാധിക്കപ്പെടുന്ന ഖബറുകൾ ഉണ്ടെങ്കിൽ, ആരാധന മീൻസ് അല്ലേ, അറിയാലോ, അത് മഖ്ബറയിൽ നടക്കുന്നുണ്ടല്ലോ, മദീനത്തുമുണ്ടല്ലോ. കേട്ടോളൂ, ഏതെങ്കിലും പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിമുറ്റത്തോ കിബിലയുടെ ഭാഗത്തോ ആരാധിക്കപ്പെടുന്ന ഖബറുകൾ ഉണ്ടെങ്കിൽ പ്രസ്തുത പള്ളിയിൽ വെച്ച് നമസ്കാരം പോലും അനുവദനീയമല്ല. നീ കേട്ടോളൂ, പള്ളിയിൽ ഖബറുണ്ടായിരിക്കെ അത് പള്ളിക്ക് അകത്തായാലും എങ്ങോട്ടാ പോക്ക്? അത് പള്ളിക്കകത്തായാലും ഇനി നമസ്കരിക്കുന്നവരുടെ മുന്നിലോ പിന്നിലോ ഇടത്തോ വലത്തോ തിരിഞ്ഞോ മദീനത്ത് പോയ ആളുകൾക്ക് ഓടും സംഭവം എടുക്കാൻ സൂചന എന്നുള്ളത്. അത് നിസ്കരിക്കുന്നവന്റെ ഇടത്തോ വലത്തോ മുന്നിലോ പിന്നിലോ എവിടെയായാലും അവിടെ വെച്ചുള്ള നമസ്കാരം സ്വഹീഹാവുകയില്ല. ഇത് തൗത്തിയത്താണ്, ഇത് ചൂണ്ടുവലകയാണ്. ഭാവിയിൽ ഈ പറഞ്ഞ രീതിയിൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കിയ ശേഷം മദീനയിലേക്കുള്ള പോക്ക് തന്നെ റോങ് ആണ്. ഇപ്പൊ പറഞ്ഞില്ലേ, അത് ഹജ്ജിന്റെ ഭാഗമല്ല.
അതുകൊണ്ടാണ് അല്ലേ ഹജ്ജിന്റെ ഭാഗമല്ല. അപ്പൊ ഹജ്ജ് കമ്മിറ്റി അടിച്ചിറക്കുന്ന ബുക്കിലൊന്നും മദീനനെ പറ്റി പറയേണ്ടതില്ല അല്ലേ. ഹജ്ജ് ചെയർമാനെ ഇരുത്തിയിട്ട് ഞാൻ പറയണത് ശരിയല്ല, എങ്കിലും ഞാൻ പറയട്ടെ. അല്ലാഹുവിന്റെ അഭിവന്തി വിഷമം കൊള്ളുന്ന മദീന, ആ മദീനയുമായിട്ട് മുഅ്മിനീങ്ങൾ അകറ്റാൻ ജൂതന്മാർ ആസൂത്രണം ചെയ്ത അന്നത്തെ പദ്ധതി കണ്ടോ. വരികൾക്കിടയിലൂടെ പുറത്തേക്ക് ചാടുന്നു. പേര് ഹാജിമാരെ പാതയം സാദുൽ ഹാജ്, ഉള്ളിലോ വിഷം പട്ടിൽ പൊതിഞ്ഞ പാഷാണം തന്നെ. അതെ, നല്ല അലക്കി തേച്ച പദങ്ങളെ കൊണ്ട് ആളുകളെ നരകത്തിലേക്ക് ചാടിക്കുന്ന വാചകം. ജമാഅത്ത് ഇസ്ലാമിയുടെ ശൈലി എന്തേ ശൈലി? അത് പുറത്തേക്ക് അകത്ത് കത്തിയും പുറത്ത് പത്തിയും, ഇതാണ് ശൈലി. അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ഈമാൻ കാര്യം 5, മുഹമ്മദ് നബി പഠിപ്പിച്ചത് 6. അപ്പോ അവിടെ ഈ മൗദൂദിയോ വരുത്, മുഹമ്മദ് നബിയോ വരുത്. അപ്പൊ നിങ്ങൾ പറയും അത് മുഹമ്മദ്. എങ്കിൽ ഞാൻ പറയട്ടെ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഒറിജിനൽ വിശ്വാസം സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബിയേക്കാൾ വലുത് അബുൽ അല മൗദൂദിയ. എന്തുകൊണ്ട്? അബുൽ അല മൗദൂദിക്ക് ബറക്കത്തുണ്ട്, ജമാഅത്തിന്റെ വിശ്വാസം. അതിന് ശേഷം വായിക്കും. അയാളെ പേന ലേലം ചെയ്ത് എത്ര ലക്ഷത്തിലാണ് ഞാൻ വായിക്കാൻ പോവാൻ. റസൂലുള്ളാഹി തങ്ങളാണെങ്കിലോ ലോക്കൽ മനുഷ്യൻ, സാധാരണ മനുഷ്യൻ, സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം ആണ് ഈ കാണുന്നത്. 1981 ഡിസംബർ ഇതില് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവാചകനെ പരിചയപ്പെടുത്തും. ഓരോരുത്തരുടെയും വിശ്വാസം മനസ്സിലാക്കേണ്ടത് അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണല്ലോ. കേട്ടോളൂ, മുഹമ്മദ് നബി, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചു, നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരും, പിന്നെ എൻ്റെ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള പള്ളി ജമാഅത്ത് ഇസ്ലാമിയുടേതായതുകൊണ്ട് ഞാൻ ജുമയ്ക്ക് അങ്ങോട്ടേക്കാണ് പോകാറുള്ളത്. എൻ്റെ കോട്ടേഴ്സിന്റെ തൊട്ടടുത്തുള്ള മദ്രസ ജമാഅത്ത് ഇസ്ലാമി ആയതുകൊണ്ട് ഏതായിരുന്നാലും മതം പഠിച്ചാൽ പോരെ, മക്കൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ തറാവീഹ് ഭാര്യ വീടിന്റെ തൊട്ടടുത്തുള്ള തറാവീഹ് നടക്കുന്നത് ജമാഅത്ത്. അങ്ങനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ ഈ തറാവീഹും മക്കളെ പഠനം നിസ്സാരവൽക്കരിക്കേണ്ടതല്ല കൂട്ടരെ. പരലോകത്തേക്ക് ഭൗതികമായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തോ കച്ചവടത്തിൽ എന്തോ ചിന്തിച്ചോ, അത് ദുന്യാവിന്റെ നഷ്ടമാണ്. അതേ സമയത്ത് ഖുർആൻ ചോദിച്ചില്ലേ, ബിസിനസ് ദുനിയാവിന്റെ പാലത്തിന്റെ ഇക്കരക്കുള്ള ബിസിനസ്, അതാണ് SLC +2 +1 ഡിഗ്രിയും പ്രീ ഡിഗ്രിയും ഒക്കെ. അതേ സമയത്തോ പാലത്തിന്റെ അക്കരക്കുള്ള കച്ചവടം, അതാണ് ആത്മീയത. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് ബദ്ധശ്രദ്ധരാകേണ്ടത്. കേട്ടോ, ജമാഅത്ത് ഇസ്ലാമി പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ ഏതാ? മുഹമ്മദ് നബി അബ്ദുള്ള എന്ന പുരുഷന്റെയും ആമിന എന്ന സ്ത്രീയുടെയും മകനായിട്ടാണ് ജനിച്ചത്. സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണ് അദ്ദേഹവും ജനിച്ചത്. വളർന്നു വലുതായതും അങ്ങനെ തന്നെ. മുൻ പ്രവാചകന്മാരെ പോലെ അദ്ദേഹവും പ്രവാചകരായി നിയോഗിക്കപ്പെട്ടു. അല്ലാഹുവിന്റെ അവധി എത്തിയപ്പോ സാധാരണ മനുഷ്യൻ മരിക്കുന്നത് പോലെ അദ്ദേഹവും മരണപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമിന്റെ നബിയ. ഞാൻ പറയാ, തൗഹീദ് തന്നെ പൂർണ്ണമല്ല. തൗഹീദ് തന്നെ ജമാഅത്ത് ഇസ്ലാമിന്റെ പൂർണ്ണമല്ല. എന്തായാലും ആയിരമുള്ള പോരെ ഇല്ല, നാളെ പറയും. വഫദ് അബ്ദുൽ ഖൈസിന്റെ ഹദീസ് എന്തേ? അവിടെ റസൂലുള്ളാഹി തദ്റമൽ ഈമാൻ ബില്ലാഹി വഹദ, ഏകനായ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് തിരിച്ചു പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം. അപ്പൊ റസൂല പഠിപ്പിച്ചു കൊടുക്കാൻ തൂമനമില്ല. അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കണം, എന്നിട്ടോ അന്തശദ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് റസൂലുള്ള തൗഹീദ് പെട്ടതാ. എന്തേ? അല്ലാഹു ഉണ്ട് എന്നും അല്ലാഹ് ഇന്ന മോദാണെന്നും അല്ലാഹുവിന്റെ സിഫത്തിൻ്റെതാണെന്നും അല്ലാഹുമായിട്ട് നമ്മെ ബന്ധിപ്പിച്ചതാരാണ്? ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങളിലുള്ള വിശ്വാസം പൂർത്തിയായിട്ടില്ലേ, തൗഹീദ് പൂർണ്ണമല്ല. എന്നിട്ടാ റസൂലുള്ളാഹിനെ പറ്റി പറയുന്നത് എന്താണ്? സാധാരണ മനുഷ്യനെ പോലെ ജനിച്ചു, ജീവിച്ചു, മരിച്ചു. മൂന്നും പൊട്ട തെറ്റാ. റസൂലുള്ളാഹി ജനിച്ചത് സാധാരണക്കാരനായിട്ടല്ല, റസൂലുള്ള വളർന്ന സാധാരണക്കാരനായിട്ടല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തും അങ്ങനെയല്ല. അത് പറയുമ്പോൾ ദിവസങ്ങളല്ല, മാസങ്ങൾ അതിനെടുക്കും. പക്ഷെ ഒറ്റ വാക്ക് ഞാൻ ഒതുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുത്തില്ലേ, ഇന്നി ലസ്തു മിസ്ലക്കും,
ഞാൻ നിങ്ങളെപ്പോലെ അല്ല. ഓപ്പണായി വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ അല്ല. സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടു. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി കടന്നിറങ്ങുന്നു. സഹോദരിമാർക്ക് വേണ്ടി പറയട്ടെ, അനസ് റളിയല്ലാഹു അൻഹു പറയാ, കടന്നിറങ്ങുന്ന റസൂലുള്ളാഹി വിയർക്കുന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ കാന്തപുരം ഉസ്താദിന്റെ ഭാര്യയല്ല, ഉള്ളാൾ തങ്ങളുടെ ബീവിയല്ല, സാധുവായ ഞാൻ കെട്ടിയവളല്ല, ഒരു ലോക്കൽ സ്ത്രീയല്ല, ബഹുമാനപ്പെട്ട സ്വഹാബിയത്തായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു തആല അൻഹാ വരുന്നത് ജാത്ത് ബി ഖാറൂറത്തിൻ, ഒരു കുപ്പിയുമായിട്ട് വരുന്നു. എന്നിട്ടോ ആ റസൂലുള്ളാഹിന്റെ വിയർപ്പ് ഇങ്ങനെ വടിക്കുന്നു. എന്നിട്ടതാ കുപ്പിയിലാക്കുന്നു. എന്താ കുപ്പിയിലാക്കുന്നത്? വിയർപ്പ്. ആളെ കുപ്പിയിലാക്കല്ല, അത് ജമാഅത്തിന്റെ പരിപാടിയാണ്. ഇവിടെ വിയർപ്പ് കുപ്പിയിലാക്കുക അല്ലേ? ഈ കുപ്പിയിലാക്കുന്നത് കണ്ട് ഉണർന്ന റസൂലുള്ളാഹി ചോദിക്കുന്നു, മാതാ തസ്നഉന യാ ഉമ്മ സുലൈം, എന്താ ഉമ്മു സുലൈം ഇനി കാണിക്കണേ? അപ്പൊ ഉമ്മു സുലൈമിന്റെ മറുപടിയോ, ആരാർക്കുക യാ റസൂലല്ലാഹ്, നിങ്ങളെ വിയർപ്പാ നബിയെ. എന്താ ഉമ്മു സുലൈമെ വിയർപ്പൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്? ജാടയാണോ? അല്ല. ബഹുമാനപ്പെട്ട ഉമ്മു സുലൈം ബി പറയാ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ അവര് വരുമ്പോ അത്തറ് കൊണ്ടുവരും, മണമുള്ള. പക്ഷെ അത് വേണ്ടതുപോലെ ക്വാളിറ്റി മതിയാവൂല, അത് വാസന ഉണ്ടാവൂല. ലോക്കൽ അത്തറ. ഈ മണം കുറഞ്ഞ അത്തറിലേക്ക് തങ്ങളുപ്പാപ്പാന്റെ വിയർപ്പ് അങ്ങോട്ട് മിക്സ് ചെയ്താൽ ഈ പുസ്തകത്തേക്കണ അത്തറിനേക്കാൾ മുന്തി അത്തറിന് വെച്ചോളി. അല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. വളരെ നല്ല അത്തറ് ഈ അത്തറായിട്ട് മാറുന്നു. ഇങ്ങനെ ഹദീസ് ബുഖാരിയിലോ മുസ്ലിമിലോ ഒക്കെ ഉണ്ടോന്ന് ഒന്ന് മൗലവിമാരോടൊന്ന് അന്വേഷിച്ചു നോക്കുക. ജമാഅത്ത് ഇസ്ലാമിയിൽ കുടുങ്ങിയ സാധുക്കളോടെ ഞാൻ പറയുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുമ്പോൾ എല്ലാവരും പേച്ചാൻ എനിക്ക് അഭിപ്രായമില്ല. ഇങ്ങനെ കുടുങ്ങിയവരുണ്ടാവും. ആ കുടുങ്ങിയവര് ഇത് അറിഞ്ഞാൽ പിന്നെ തിരിക്കണം, അതാ ബാധ്യത. ഇല്ലെങ്കിൽ പടച്ചവന്റെ മുമ്പിൽ കുടുങ്ങും, അതുറപ്പാ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ വിയർപ്പ് മിക്സ് ആക്കുമ്പോ അത്തറിന് സുഗന്ധം കൂടുന്നു. ഇത് ഹദീസിലുണ്ടോ അല്ലേ എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ പോകുന്ന, അവരുടെ ക്ലാസുകൾ കേൾക്കുന്ന, അവര് പറഞ്ഞിടത്തും ദേശമൊക്കെ കാര്യമുണ്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ചിന്തിക്കാൻ ഞാൻ പറയുകയാണ്. ഒരു ഉദാഹരണം. രണ്ടാമത്തെ ഞാൻ പറയുന്നു, അനസ് റളിയല്ലാഹു അൻഹു പറയാ, ബുഖാരി മുസ്ലിം തന്നെ ആയിക്കോട്ടെ, അതിന്റെ പുറത്തേക്ക് പോകണ്ട. എന്റെ വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വരും. എന്തിന്? വയറുവേദന പോലുള്ള അസുഖങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളമായിട്ടോ വരിക. വരുമ്പോ എന്ത് ചെയ്യുന്നറിയോ? ഒരു ജുൽജുൽ, ഒരു സാധനം, ചെപ്പുന്നൊരു സാധനം ഇങ്ങോട്ട് കൊടുക്കും. പിന്നെ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കളകളിയാക്കും, ഇങ്ങനെ ഇളക്കും. അങ്ങനെ ഇളക്കിയതിന് ശേഷം ആ വെള്ളം കുടിക്കാൻ കൊടുക്കും. വെള്ളം കുടിക്കാൻ കൊടുത്താൽ രോഗം സുഖപ്പെടും. ഇനി ഞാൻ ചോദിക്കുക, നമ്മളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെ മെമ്പറായ ഒരു പുതിയാപ്പള ജമാഅത്ത് ഇസ്ലാമിയുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ചു. ആ പുതിയാപ്പള ഫസ്റ്റ് സൽക്കാരത്തിന് വന്നതാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റാണ് അമ്മായിമ്മ. അല്ല, ഞാൻ ചീത്തറിയല്ലേ, മനസ്സിലൊക്കെ ഉദാഹരണം പറയും. അമ്മായിമാരൊക്കെ പറഞ്ഞു വരും ചിലപ്പോൾ നാളെ. അപ്പൊ അങ്ങനെ പറയരുത്, നല്ല രീതിയിൽ ഞാൻ പറയാണ്. അങ്ങനെ പുതിയാപ്പളക്ക് ചോറ് വെച്ചു കൊടുത്തു. ബിരിയാണിയൊക്കെ റാഹത്തായിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ലാസ്റ്റ് ഒന്നുകൂടെ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു കോരി ഇങ്ങോട്ട് വാരിയിട്ട് വായിലേക്ക് ഉരുളിട്ടു. ഇട്ട് നോക്കുമ്പോ സ്വാഭാവികമായിട്ട് വയനാട് ചുരത്തിൽ ലൈന് പോയതുപോലെ ലൈന് ഞാണത്തിലേക്ക്. വയനാട് ചുരത്തിൽ ലൈന് പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ വള്ളിയൊക്കെ പടരാറുണ്ട്. ഇതേപോലെ ഇടക്കിടക്ക് തള്ളി നിൽക്കുന്നുണ്ട് സംഗതി. നോക്കുമ്പോ എന്താണ്? അപ്പോ എന്തോ ഒരു മുടിയ ഇതിങ്ങനെ വലിച്ചു നോക്കും, മേജിക്കാരൻ ബ്ലേഡ് വലിച്ചത് പോലെ. നിൽക്കണില്ല, വരുന്നതാണ്. സ്വാഭാവികമായിട്ടും ആ കഴിച്ചൊക്കെ റിട്ടം പോലും. ഞാൻ പറയട്ടെ, അല്ല, സംഗതി പുതിയാപ്പള്ളിയാണ്, പുതിയ പുതിയാപ്പള്ളിയാണ്, പഴയതല്ല. ഇപ്പൊ കോഴിക്കോടൊക്കെ ഇപ്പൊ എന്നെ പോലത്തെ ആളുകൾ കോഴിക്കോടിന് കല്യാണം കഴിച്ചാൽ മരിച്ചാലും പുതിയാപ്പള തന്നെയാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഒറിജിനൽ പുതിയ പുതിയാപ്പള, മുസമിയത്തെ പുതിയാപ്പള. ആ പുതിയാപ്പള ആദ്യ സൽക്കാരത്തിന് വന്ന് പ്രിയപ്പെട്ട അമ്മായിമ്മ, ഈ അമ്മായിമ്മ സ്നേഹത്തോടുകൂടെ കൊടുത്ത ബിരിയാണി, അത് മുന്തിയപ്പഞ്ഞില്ലല്ലോ, ആ ബിരിയാണി കഴിച്ചപ്പോൾ മുടി കിട്ടിയപ്പോഴോ കഴിച്ചോക്കെ റിട്ടം വന്ന് ഛർദിച്ചു. റസൂലുള്ളാഹിന്റെ മുടി നോക്കിയ വെള്ളം കൊടുത്താലോ ഛർദിക്കുന്ന ഛർദി നിന്നു. വ്യത്യാസം അവിടെ വ്യത്യാസമുള്ള കുട്ടിക്കോ? നിമിത്തങ്ങൾ സാധാരണ പോലെ വളർന്നതാണോ? ഇത് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്ത് മാത്രമാണോ? അല്ല. റസൂലുള്ള വഫാത്തായ ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി.
ശേഷം അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി അല്ലേ? ശേഷം ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. ഈ കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ബീവി ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്. പെണ്ണുങ്ങളെ പഠിച്ചോ, ആ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയാണ് ബീവി അസ്മാ റളിയല്ലാഹു അൻഹാ, സിദ്ദീഖുൽ അക്ബറിന്റെ മോളാണ്. ഈ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ജുബ്ബ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് പറയുന്നു, ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹ്. ബുഖാരിയിലും മുസ്ലിമിലും മാത്രമുള്ളതാ ഞാൻ ഈ പറയുന്നത്. ഏതെങ്കിലും പാളക്കിത്താബ് ഓരക്കിത്താബിനെ തള്ളാൻ പറ്റിയതല്ല. ഇതും ഒരു തെറ്റിദ്ധാരണയാണ്. സാധാരണക്കാർക്ക് പറഞ്ഞു വരുത്തിയത് സുന്നികൾക്ക് കുറെ കോജാക്കന്മാരെ കൗരും കീഴിയാണ്. ഖുർആൻ സുന്നത്ത് നമ്മളെ കയ്യിലാണ്. അതില്ല, അത് വെള്ളിക്കോടിലെ വെള്ളി മോഡലാണ്. ജമാഅത്തിന്റെ മുജാഹിദിന്റെ അടുത്തുള്ള ഖുർആൻ സുന്നത്ത് വെള്ളിക്കോടിലാണ്. വെള്ളിയില്ലല്ലോ, ഇരുമ്പാണുള്ളത്. പേര് വെള്ളിയാ ഉണ്ടല്ലേ നിങ്ങള്. നെയ്യപ്പം പാമോയില്ല ചുട്ടത്, പേര് നെയ്യപ്പ. ഇതേപോലെ ഖുർആൻ സുന്നത്തും പേരാണ് ഉള്ളത്, സുന്നികളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, സ്വർഗത്തിൽ കിടക്കണോ സുന്നിയായിക്കോ. ബഹുമാനപ്പെട്ട അസ്മാ ബീവി പറയുന്നു, ഈ ജുബ്ബ നബി തങ്ങൾ ധരിച്ചിരുന്ന ജുബ്ബയാണ്. എന്താ പ്രത്യേകത? കാനത്ത് എന്ത് ആയിഷത്ത, അത് ആയിഷാന്റെ അടുത്താണ് ഉണ്ടായിരുന്നത്. ഫലമ്മാ കുബിലത്ത്, ആയിഷ വഫാത്തായപ്പം ഖബൽതുഹാ മിൻഹാ, ഞാൻ അങ്ങോട്ട് വാങ്ങിയതാണ്. അതിനെന്താ മൂല്യം? എത്ര പ്രത്യേകത? വെല്ലിപ്പ മരിക്കുമ്പോ കുപ്പായൊക്കെ എടുത്തു വെക്കൂലേ, പഴയ ഷർട്ട്. എന്തിനാ നമ്മൾ എടുത്തേക്കുന്നത്? ഒറീസയിന്നും ആസാമെന്നും വെള്ളപ്പൊക്കൊക്കെ വരുമ്പോ കൊടുക്കാൻ അല്ലേ, നമ്മൾ എടുത്തേക്കാരായി നോക്കിയാ. അല്ലെങ്കിലോ ബട്ടൺസ് എടുത്തു വെക്കാൻ. അതൊക്കെ പഴയ സിലബസ്. ഇപ്പൊ ബട്ടൺസ് ഒക്കെ 50 കൊടുത്ത ഒന്നായിട്ട് കിട്ടണം. റെഡിമേഡ് 50 ഉപ്പായും കൂട്ടും. പണ്ട് അങ്ങനെയൊക്കെയാണ്. ഏറി വന്നാൽ എടുത്തു വെക്കും. സിമന്റ് ഇട്ട തറ തുറച്ചു വെത്താൻ. അതിപ്പോ കുമ്പിടാൻ മടിച്ചിട്ട് പെണ്ണുങ്ങളൊക്കെ മറ്റേ സാധനം വാങ്ങൽ തന്നെ. അപ്പൊ അതിന്റെയും കാലം കഴിഞ്ഞു. പിന്നെ എന്തിനാ ഈ ഷർട്ട് എടുത്തു വെച്ചത്? അസ്മാ ബീവി തന്നെ പറയട്ടെ, നഹ്നു നഗ്സുലുഹാ ലിൽ മർളാ വനസ്തശ്ഫി ബിഹാ. രോഗികൾ വരുമ്പോൾ ഞങ്ങൾ ആ ഷർട്ട് കഴുകിയ വെള്ളം കുടിക്കാൻ കൊടുക്കും. അതോടുകൂടെ രോഗം സുഖപ്പെടും. ഫോർ എക്സാമ്പിൾ, ഒരു വയറുവേദനയുള്ള രോഗി, ആ രോഗി വരുന്നു, ഷർട്ട് കഴുകിയ വെള്ളം കൊടുക്കുന്നു, കുടിക്കുന്നു, സുഖപ്പെടുന്നു. ഞാൻ പറയാ, ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിയുടെ ഭാര്യക്ക് രാത്രി കരശലായ വയറുവേദന. ഒരു ഓട്ടോറിക്ഷ പരിസരത്തു നിന്നും കിട്ടാനില്ല. ഹോസ്പിറ്റലിലേക്ക് ദൂരത്തേക്ക് പോകുകയാണ്. ഇനിയിപ്പോ എന്താ, ഒരു ഫസ്റ്റ് എയ്ഡ്, ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ എന്തു ചെയ്യും? അതിനു വേണ്ടി പ്രബോധനം വായിച്ചപ്പോൾ കേട്ടു, മുഹമ്മദ് നബി സാധാരണ പ്രകൃതിയുള്ള ആളായിരുന്നു. മുസ്ലിമിന്റെയും ബുഖാരിയുടെ പരിഭാഷ വായിച്ചപ്പോൾ കണ്ടു, മുഹമ്മദ് നബിയുടെ ഷർട്ട് കഴുകിയ വെള്ളം അത് കൊടുത്തപ്പോൾ വേറെ തന്നെ സുഖപ്പെട്ടു എന്ന്. എങ്കിൽ അതൊന്ന് പ്രാക്ടിക്കലാക്കി കളയാം, പ്രാക്ടിക്കലാക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ശേഷം വെള്ളം കൊണ്ടുവന്നു. അതിന് മൗലവി കട തുറക്കാൻ പോയപ്പോ, അല്ലെങ്കിൽ എന്തോ ജോലിക്ക് പോയപ്പോ നല്ല വിയർത്തൊരു ഷർട്ട് ഉണ്ട്. ആ ഷർട്ട് പിറ്റേന്ന് അരക്കാൻ വേണ്ടി ബേസിലിട്ട് വെച്ചതാ. ആ ഷർട്ട് ഇങ്ങോട്ട് എടുത്തു. കാരണം മൗലവിയായിട്ട് ബന്ധപ്പെട്ട ഷർട്ട് ആവണല്ലോ. ആ ഷർട്ട് നേരെ വെള്ളത്തിൽ മുക്കി ആ വെള്ളം കുടിക്കാൻ അങ്ങ് കൊടുത്തു. നേരത്തെ ഉള്ളത് വയറുവേദനയായിരുന്നു, ഇപ്പൊ ലൂസ് മോഷനും കൂടി കൂടുന്നു മാത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്ക സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ്, ഈ ഹബീബിന്റെ ശരീരം സ്പർശിച്ച ഷർട്ടിന് പോലും രോഗശമനത്തിന് കഴിവുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ പ്രകൃതി സാധാരണ പ്രകൃതമല്ല. അതുകൊണ്ട് ആ സലമത്ത് റളിയല്ലാഹു അൻഹു കാല് വെട്ടേറ്റപ്പോൾ ചെന്നില്ലേ, നബിയെ മുറിവുണ്ട്, എന്തേ റസൂലുള്ളാഹി ചെയ്തത്? ഫനഫത ഫീഹി റസൂലുള്ളാഹ്, ഊതിയിട്ട് ഉണക്കിയില്ലേ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറവി വന്നപ്പോൾ പരാതി പറഞ്ഞില്ലേ, റസൂലുള്ളാഹി മുണ്ട് വിരിക്കാൻ പറഞ്ഞില്ലേ, എന്തോ വാരിയിട്ട് കൊടുത്തില്ലേ, കൂട്ടാൻ പറഞ്ഞില്ലേ, മറവി തന്നെ സുഖപ്പെട്ടില്ലേ. എത്ര സംഭവങ്ങളാ. പക്ഷേ അത് സുന്നികളുടെ നബിയാ, അസാധാരണ നബിയാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ നബിയോ തീർത്തും സാധാരണക്കാരനായ നബി. ഇത് പയാത്ത നബിനെ പറ്റി പറഞ്ഞു കിട്ടും. ഇനി മരണശേഷോ ലോകം മുഴുവനും വിശ്വസിക്കുന്ന നബി, മരണശേഷം ദഹിക്കാത്ത പ്രവാചകനാണ്, ചതലതിക്കാത്ത പ്രവാചകനാണ്, ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ്. പ്രവാചകൻ മാത്രമല്ലല്ലോ, ആ നബി തങ്ങളുടെ അരിമ ശിഷ്യന്മാർ പോലും പലപ്പോഴും
ശരീരത്തിന് കേടുപറ്റാത്തത് ബുഖാരിയിലില്ലേ? ഇല്ലേ? ജാബിർ റളിയല്ലാഹു തആല അൻഹു ചരിത്രം ഞാൻ പറയുന്നില്ല. ഉഹുദിൽ വെച്ചിട്ട് രക്തസാക്ഷിയായപ്പോൾ രണ്ടാളോട് കൂടെ മറമാടിയില്ലേ? പിന്നീട് വന്ന് പരാതി പറഞ്ഞോ? ആ ജനാസ പുറത്തേക്ക് എടുത്തുകൊണ്ട് മറമാടാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ഒരു ഫാട്ടും കണ്ടില്ലെന്ന് ബുഖാരിയിലുണ്ടോ? പോകട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ മക്ബറ പൊളിഞ്ഞു വീണു. ആ പൊളിഞ്ഞു വീണ മക്ബറ പുനരുദ്ധരിക്കാൻ വേണ്ടി മഹാന്മാർ തീരുമാനിച്ചു. 4 ഭാഗവും കടങ്ങ് കുഴിച്ചപ്പോൾ ഓ സഹോദരന്മാരെ, അതാ ഒരു കാല് പുറത്ത് കണ്ടു. കാല് പുറത്ത് കണ്ടപ്പോ മഹാന്മാർക്ക് പേടിയായി. പടച്ചോനെ, അള്ളാന്റെ റസൂലിന്റെ കാലത്തെയാണോ പുറത്ത് കണ്ടത്? എങ്കിൽ ഗുരുത്തക്കേട് സംഭവിക്കോ? ഈ വല്ലാത്ത പേടി പേടിച്ചപ്പോ ബഹുമാനപ്പെട്ട മഹാന്മാർ തീരുമാനിക്കുന്നു, റസൂലുള്ളാഹി തങ്ങളുടെ കാലാണോ ഇത്, അല്ല മറ്റാരുടെയെങ്കിലും കാലാണോ എന്ന് തിരിച്ചറിയാൻ നബി തങ്ങളെ കണ്ട് പരിചയമുള്ളവരെ കൊണ്ടുവരണം. അന്ന് ജീവിച്ചിരിക്കുന്ന ഉർവത്ത് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുന്നു. ഉർവത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, വല്ലാഹി മഹാദാ ഖദമു റസൂലില്ലാഹ്, വല്ലാഹി മഹാദാ ഇല്ലാ ഖദമു മറാ. പേടിക്കേണ്ട മഹാന്മാരെ, ഇത് റസൂലുള്ളാഹിന്റെ കാലല്ല, ഉമർ ഫാറൂഖിന്റെ കാലാണ്. കൊല്ലങ്ങൾ കുറെ കഴിഞ്ഞിട്ടും തിരിച്ചറിയാതെ നിന്നിട്ടില്ല. മഹാൻ ഉമർ ഫാറൂഖിന്റെ കാലിന് പോലും കുഴപ്പമില്ല. പക്ഷെ ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത് എന്താ അറിയോ? പ്രവാചകന്മാരൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ പിന്നെ മറമാടേണ്ട ആവശ്യമുണ്ടോന്നാ. കേട്ടോളൂ, വായിക്കാം. ഇത് 1987 ജനുവരിയിലെ പ്രബോധനം. പ്രവാചകന്മാർക്ക് മരിക്കാമെങ്കിൽ, അവരുടെ മൃതദേഹങ്ങൾ മണ്ണിൽ മറമാടുകയും ചെയ്യാമെങ്കിൽ പിന്നെ ആ ജഡങ്ങൾ മണ്ണിൽ ചേരാതെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേക ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല. മൃതശരീരം വെളിയിലിരുന്ന് ജീർണിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണല്ലോ മറമാടപ്പെടുന്നത്. അതായത് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം ജീർണിക്കുന്നതിന് സൗകര്യം ചെയ്യുകയാണ് മറമാടലിന്റെ ഉദ്ദേശം. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ജീർണിക്കുകയില്ല എങ്കിൽ അവ മറമാടേണ്ട ആവശ്യമെന്താണ്? ഇനി ഈമാനുള്ള മുനീകളുണ്ടോ? ഓ, മരിച്ചു പോകണമെന്ന് ചിന്തയുണ്ടോ? ഉമ്മമാരെ, 5 വഖത്ത് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ റസൂലുള്ളാഹിക്ക് സലാം പറയാറില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയൂ. ഓ മദീനയിൽ കിടക്കുന്ന നബിയേ, അങ്ങേക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് ഈ സലാം നിങ്ങൾ പറയുമ്പോ എന്താണ് നമ്മുടെ വിശ്വാസമുള്ളത്? ഇമാം അബൂ ഹമദ് റസാലി പഠിപ്പിച്ചില്ലേ? നീ സലാം പറയുമ്പോൾ ഫഅഹ്ദിർ ഫീ ഖൽബിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വശഖ്സഹുൽ കരീം. ഓ കോടമ്പുഴയിൽ വെച്ചിട്ടോ ഫറോക്കിലോ ചുങ്കത്തോ വെച്ചിട്ടോ നീ റസൂലുള്ളാഹിക്ക് സലാം പറയുമ്പോ നിന്റെ മനസ്സിൽ റസൂലുള്ളാഹിനെ കൊണ്ടുവന്നോ. എന്നിട്ട് വഖുൽ സലാമുൻ അലൈക അയ്യുഹൻ നബിയോ, ആ മനസ്സിൽ റസൂലുള്ളാഹിനെ പ്രതിഷ്ഠിച്ച ശേഷം മദീനയിലെ റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞോ. ഫൽയസ്തുഖ് അമലുക, നിന്റെ പ്രതീക്ഷ വേണ്ടത് എന്താണ്? അന്നഹു യബ്ലുഗു സലാം. ഫറോക്കിൽ വെച്ചും കരംതുരുത്തിയിൽ വെച്ചും ചെറുവണ്ണൂർ വെച്ചും സ്രാബ്യക്കൽ വെച്ചും കോടമ്പുഴയിൽ വെച്ചിട്ടും നീ പറയുന്ന സലാം മദീനയിലെ പുന്നാര നിബിത്തങ്ങൾ കേൾക്കും കേട്ടോ. വയറുദ്ദു അലൈക മാ ഹുവ ഔഫാ മിൻഹു. അങ്ങോട്ട് നീ കൊടുക്കുന്ന സലാമിനേക്കാളും ബെറ്ററായി റസൂലുള്ളാഹി സലാം മടക്കും കേട്ടോ. അപ്പൊ റസൂലുള്ളാഹി ജീർണിച്ചിട്ടില്ല, റസൂലുള്ളാഹി മദീനയിൽ കിടക്കുന്നു, നമ്മുടെ സലാം മടക്കുന്നു. അതുകൊണ്ടല്ലേ റിഫായിഷേക്ക് ചെന്നിട്ട് പറഞ്ഞത്, നബിയേ ഞാൻ ഇവിടെ ആത്മാവാണ് പറഞ്ഞേക്കാറുള്ളത്, ഞാനിതാ ശരീരം തന്നെ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇവിടുത്തെ കൈ ഇങ്ങ് നീട്ടിത്തരാ. മക്കബറയുടെ ഉള്ളിലൂടെ വഫാത്തായി നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും അങ്ങിന്റെ കൈ ഇങ്ങ് നീട്ടി തന്നിട്ടത് ചുംബിച്ചിട്ടല്ലാതെ ഞാൻ തിരിച്ചു പോകൂല കേട്ടോ.
റസൂലുള്ള കൈ നീട്ടി കൊടുത്തില്ലേ, ഈ പൈസക്ക് ചുംബിച്ചില്ലേ? പക്ഷേ ജമാഅത്തുകാരൻ പറയുന്നത് ചീഞ്ഞു പോയി. വല്ലാഹി സുമ്മ വല്ലാഹി, ജമാഅത്തുകാരന്റെ ചീഞ്ഞ നബി ഇതല്ല പറഞ്ഞേച്ച നബിയല്ല, മുഹമ്മദ് റസൂലുള്ളയല്ല, ഇത് ജൂതന്റെ നബിയാണ്, സിയോഴ്ചയുടെ പ്രവാചകരാ. ഇതുപോലെ തന്നെ തെബലീഗ് ജമാഅത്തുകാരൻ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞോട്ടെ, വലിയ താടിയും തൊപ്പിയും ഒക്കെ വെച്ച് തസ്ബീഹ് മാല മറിച്ച് അറാക്കിന്റെ കുറ്റിയും പിടിച്ചിട്ട് ജനങ്ങൾ നന്നാക്കാൻ വേചാനെ ചുറ്റിക്കറങ്ങുമ്പോ വിഷലിപ്തമായ ആശയം അവൻ റളിയല്ലാഹു അൻഹു നേതാവുണ്ടല്ലോ ഇസ്മായിൽ ഷഹീദ്, അയാളെ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥം അതിന്റെ 148 പേജിൽ കാണാം. അപ്പനി ബീബിക്ക് മുജാവത്ത് കാ ഖയാൽ ബിഹ്തർ ഹൈ, ആതയാതുവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ഓർക്കണമെന്ന് ഇമാം ഗസാലി വന്ന് പഠിപ്പിക്കുമ്പോ ഓർക്കാൻ പാടില്ല. സ്വന്തം ഭാര്യയുമായിട്ട് ബന്ധപ്പെടുന്ന നിസ്കാരത്തിൽ ചിന്തിക്കാം. പിന്നീട് പറഞ്ഞു ശേഖ് ഓർ ജൈസെ ബുസുംഗു കി തറഫ് तुम आप ही हो, अपनी हिम्मत को लगा देना अपने बेल और गद्दे की सूरत में मुस्तहरिक होने से बुरा है. അവനവന്റെ കഴുത അവനവന്റെ കാള അതിനെ ചിന്തിക്കുന്നതിനേക്കാൾ മോശമാണ് റസൂലുള്ളാഹിനെ മനസ്സിൽ കൊണ്ടുവരല്. നഊദു ബില്ലാഹ്, ഇത് മുസ്ലിംകളുടെ പ്രവാചകനല്ല, അല്ലാഹു പറഞ്ഞ പ്രവാചകനല്ല, ജൂതന്മാരെ പ്രവാചകനാണ്, ഇസ്ലാമിനെ തകർക്കാനുള്ള പ്രവാചകനാണ്. അതേ ജമാഅത്തുകാരെഴുതിയത് പ്രവാചകന്റെ ശരീരം ജീർണിച്ചു പോകും. എന്നിട്ടോ